ഒരു മനുഷ്യൻ്റെ സക്സസ് എന്ന് പറയുന്നത് അതാണ്. ഒരു മരണപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ നല്ലൊരു മനുഷ്യനായിരുന്നു, അല്ലെങ്കിൽ അയാളെ കാണാൻ കുറേ ആൾക്കാർ വരുമ്പോഴാണ് അയാൾ നല്ലൊരാളായിട്ട് മാറുക. അപ്പോൾ അത് അങ്ങനെയൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരു എൻ്റർപ്രണർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെറും ലാഭം മാത്രമല്ല. എൻ്റർപ്രണറിൻ്റെ അർത്ഥം തന്നെ അതാണ്, എ പേഴ്സൺ ഹൂ ഈസ് റെഡി ടു ടേക്ക് റിസ്ക്. അതായത് ലോസ് മുന്നിൽ കണ്ടുകൊണ്ട് ലാഭത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണ് എൻ്റർപ്രണർ എന്ന് പറയുന്നത്. അതന്നെ കറക്റ്റ്. നെൽസൺ മണ്ടേലൻ്റെ ഒരു കോട്ടാണ്, എഡ്യൂക്കേഷൻ ഈസ് ദ മോസ്റ്റ് പവർഫുൾ വെപ്പൺ യു ക്യാൻ ചൂസ് ടു ചേഞ്ച് ദ വേൾഡ്. ഇപ്പം നമുക്കിപ്പോൾ നോ പറയുന്നതിന് രണ്ട് രീതിയിൽ പറയാം. ഇപ്പം നോ പറഞ്ഞിട്ട് എന്തിനാണ് ഞാൻ ഈ നോ പറയുന്നത് എന്നുള്ളത് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എളുപ്പമാണ്. അപ്പോൾ നമ്മളവിടെ ഒരു ഈഗോൻ്റെ ഒരു ആവശ്യമില്ല. കുറച്ച് പൈസ ഉള്ള ആൾക്കാരൊക്കെ ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും എല്ലാത്തിനും ഓക്കെ എന്ന് പറയും. അതെ, എല്ലാം ശരിയാണ്. അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞാലും ശരിയാണ്. പക്ഷേ എൻ്റെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് നീ ചെയ്തത് തെറ്റാണ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട് എപ്പോഴും. കാരണം രണ്ടുപേരാണ്, ഞാനത് പ്രത്യേകം ഞാൻ ഇവിടെ എടുത്തു പറയാം. ഒന്ന് എൻ്റെ ഉമ്മയാണ്, മനസ്സിലായി. എൻ്റെ ജീവിതത്തിലെല്ലാം എൻ്റെ ഉമ്മയായിരുന്നു. ഉമ്മ പഠിപ്പിച്ചെന്ന ആ പോളിസീസും കാര്യങ്ങളൊക്കെ ഇന്നും, ഒരു ഉമ്മ 2 വർഷമായി മരിച്ചിട്ട്, പക്ഷെ ഇന്നും എൻ്റെ മനസ്സിൽ ആ ഉമ്മ പറഞ്ഞു തന്ന ഓരോ കാര്യങ്ങളുണ്ട്. രണ്ടാമത്തെ ആൾ എൻ്റെ ഭാര്യയാണ്. ഞാനിതിൻ്റെ നമ്മൾ എന്തൊക്കെ ഇന്ന് ആയിട്ടുണ്ടോ, ഒന്നും ആയിട്ടൊന്നുമില്ല, എന്നാലും എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫുൾ അതിൻ്റെ ഡെഡിക്കേഷനും എല്ലാം അവർക്ക് 2 പേർക്കുള്ളതാണ്. മലയാളി സക്സസ് സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും എഡ്യൂക്കേഷൻ സെക്ടറിൽ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഒരു പേരാണ് ജിടെക് കമ്പ്യൂട്ടേഴ്സ് എന്നുള്ളത്. ജിടെക് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ആയിട്ടുള്ള മഹറൂഫ് സാറാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. സർ നമസ്കാരം. നമസ്കാരം. ശരിക്കും ജിടെക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കുറേ അധികം ഉണ്ട്. നമുക്ക് ജിടെക് എന്നേ പറയുള്ളൂ, നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ. അപ്പോൾ എങ്ങനെയാണ്, കാരണം 24 വർഷമായി ജിടെക് നമ്മളുടെ ഈ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ വരുന്നു. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം 24 വർഷത്തിൽ 26 ലക്ഷത്തിൽ പരം കുട്ടികളെ പഠിപ്പിച്ചിറക്കി എന്നുള്ളതാണ്. അപ്പം എങ്ങനെയായിരുന്നു അതിലോട്ടുള്ളൊരു കടന്നുവരവ് ഈ ഒരു എഡ്യൂക്കേഷൻ സെക്ടറിലോട്ട്? വളരെ സന്തോഷം. ആദ്യമായിട്ട് മലയാളി മീഡിയക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. നമ്മൾ ജിടെക് എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്ന് കേരളത്തിൽ ഒരു എന്താ പറയുക, ഒരു ഹൗസ് ഹോൾഡ് നെയിമായിട്ട് മാറിയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ഇത്രയും വർഷങ്ങൾക്കുള്ളിൽ ഏകദേശം 26 ലക്ഷം കുട്ടികൾ നമ്മളെ ജിടെക് സ്ഥാപനങ്ങളിലൂടെ പഠിച്ച് ഇറങ്ങിയിട്ടുണ്ട്. ഈ പഠിച്ച് ഇറങ്ങുക എന്ന് പറയുന്ന സമയത്ത് പഠിച്ചിട്ട് അവർക്ക് നല്ലൊരു ജോലി കിട്ടി, അവർ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ടൊക്കെ ഉണ്ട്. അതാണ് നമ്മൾ ഏറ്റവും വലിയൊരു സക്സസ് എന്ന് പറയുന്നത്. കാരണം ഇപ്പോൾ നമ്മൾ വിദ്യാഭ്യാസ മേഖല എന്ന് പറയുന്ന സമയത്ത് ഒരിക്കലും ഒരു ബിസിനസ് അല്ല, നമ്മളത് ഒരു സർവീസ് ഇൻഡസ്ട്രിയാണ്. ഒരാൾക്ക് ഒരു വിദ്യാഭ്യാസം കൊടുക്കുക, ഒരു എന്തെങ്കിലും തരത്തിലുള്ള ഒരു അഡീഷണൽ ആയിട്ടുള്ള സ്കില്ല് കൊടുക്കുക എന്ന് പറയുന്നത് ഒരു സർവീസാണ്. അപ്പോൾ അതന്നെ ആ സർവീസ് പ്രകാരം ആ കുട്ടികൾ പുറത്തിറങ്ങി അവർക്ക് ഇപ്പോൾ വിദേശങ്ങളിലോ നാട്ടിലോ ഒക്കെ നല്ല ജോലിയൊക്കെ കിട്ടി അവർ നല്ലൊരു ലൈഫ്, നല്ലൊരു കരിയർ സെറ്റ് ചെയ്യുന്ന സമയത്താണ് നമ്മളെ വിദ്യാഭ്യാസ സ്ഥാപനമായിട്ട് മാറുന്നത്. ശരിക്കും അതിൻ്റെ ഒരു സക്സസ് സ്റ്റോറി അതാണ്. അപ്പോൾ ഇന്നിപ്പോൾ കേരളത്തിൽ നമ്മൾ വി ആർ വൺ ഓഫ് ദ നല്ല വി ആർ ദ ലാർജസ്റ്റ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് കേരള. അതേപോലെ തന്നെ ഇപ്പോൾ പാൻ ഇന്ത്യയിലുള്ള ഒരുവിധം എല്ലാ സ്റ്റേറ്റുകളിലേക്കും നമ്മൾ ജിടെക്കിൻ്റെ ഓപ്പറേഷൻസ് നമ്മൾ കുറച്ച് വർഷങ്ങളായിട്ട് വ്യാപിപ്പിച്ചിട്ടുണ്ട് എല്ലാ സ്ഥലത്തും. എസ്പെഷ്യലി ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് മെട്രോ സിറ്റീസ് ആയിട്ടുള്ള ബാംഗ്ലൂർ, ചെന്നൈ, ബോംബെ, കൽക്കട്ട, ഡൽഹി, ഇങ്ങനെയൊക്കെ തന്നെ എല്ലാ സ്ഥലത്തും നമ്മൾ സ്പ്രെഡ് ഔട്ട് ആയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ത്യക്ക് പുറത്തും പല കൺട്രീസിലും, അതായത് മിഡിൽ ഈസ്റ്റും ഫാർ ഈസ്റ്റും ആഫ്രിക്കയും ഓസ്ട്രേലിയയും ഒരുവിധം എല്ലാ കോണ്ടിനെൻസിലും നമുക്ക് എത്താൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് തുടങ്ങാനും അതിൻ്റേതായിട്ടുള്ള ഒരു റീസണൊക്കെ ഉണ്ടാവുമല്ലോ. കാരണം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ ചെന്നൈയിൽ പഠിച്ച് ഗൾഫിലേക്കൊക്കെ പോകാൻ നിൽക്കുന്ന കാരണം നമുക്കറിയാലോ ഇപ്പോൾ കേരളത്തിൽ പൊതുവേ പഠിച്ചു കഴിഞ്ഞാൽ വേഗം ഒരു ഗൾഫിലേക്ക് പോകാന്നുള്ള, പ്രത്യേകിച്ച് നമ്മളുടെ ഒരു മേഖലയിൽ മലബാറിലൊക്കെ കോഴിക്കോടൊക്കെ എന്ന് വെച്ചാൽ എല്ലാവരും ഗൾഫിൽ പോകുന്ന ഒരു ട്രെൻഡായിരുന്നു ആ സമയത്തൊക്കെ. അതേപോലെ തന്നെയായിരുന്നു ഞാനും ചെന്നൈയിൽ കമ്പ്യൂട്ടറൊക്കെ പഠിച്ച് ഗൾഫിൽ പോയിട്ട് നല്ലൊരു ജോലിയൊക്കെ നേടണമെന്ന് വിചാരിച്ച ആളാണ്. അപ്പോൾ അങ്ങനെ പഠിച്ച് പോകാൻ നിൽക്കുന്ന സമയത്താണ് എൻ്റെ ഒരു ബ്രദർ സൗദി അറേബ്യയിൽ അന്നുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു ഒറാക്കിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോഴ്സ് പഠിച്ചിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി, അപ്പോൾ അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് ജോലിയൊക്കെ കിട്ടും, ഒറാക്കിൾ ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആണെന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ ഈ ഒറാക്കിൾ കോഴ്സ് പഠിക്കാൻ വേണ്ടി പോയതാണ് എൻ്റെ ലൈഫിൽ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു ടേണിംഗ് പോയിൻ്റ് ആയിട്ട് മാറിയിട്ടുള്ളത്. അപ്പോൾ ഞാനത് ചെന്നൈയിൽ പഠിച്ചത് കൊണ്ട് തന്നെ ചെന്നൈയിൽ അതിൻ്റെ ഫീസ് ചോദിച്ചു. അപ്പോൾ വലിയൊരു ഒരു ഫീസ് പറഞ്ഞു. അത് കഴിഞ്ഞ് കോഴിക്കോട് വന്ന് അതേ കോഴ്സിന് ഫീസ് ചോദിച്ചപ്പോൾ അതിനേക്കാൾ ഒരു 4 ഇരട്ടി കൂടുതലാണ്. അപ്പോൾ അത് കാരണം നമ്മൾ ശരിക്കും ഒന്ന് ആലോചിക്കുമല്ലോ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വ്യത്യാസം എന്നുള്ളത്. അപ്പോൾ അന്ന് കേരളത്തിൽ നല്ല
ഇതേപോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇല്ലായിരുന്നു. വളരെ വിരലിലെണ്ണാവുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അന്ന് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൽ വലിയൊരു സ്കോപ്പ് ഉണ്ട് എന്നുള്ളത് ആ ഒരു സമയത്ത് മനസ്സിലായി. അങ്ങനെയാണ് ഇങ്ങനെ ഒരു ഫീൽഡിലേക്ക് വരുന്നതും ആദ്യത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് കോഴിക്കോട് തുടങ്ങുന്നതും ഒക്കെ. സൗദിയിൽ പോയില്ല. പിന്നെ കാരണം ഞാൻ ഈ ഒറാക്കിളിന്റെ ഫീസ് ചോദിച്ചപ്പോൾ, കാരണം ഞാൻ 4 വർഷത്തോളം ചെന്നൈയിലായിരുന്നു, പിന്നെ അവിടെ ഒരു ഹോസ്റ്റലിലൊക്കെ നിന്ന് പഠിക്കണ്ടേ എന്നുള്ള ഒരു ഇതിൽ കോഴിക്കോട് നിന്ന് പഠിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെയാണ് ചെന്നൈയിൽ ഞാൻ ഫീസ് ചോദിച്ചു. അന്ന് ഒറാക്കിൾ എന്ന് പറയുന്നത് 3 മാസത്തെ ഒരു ഷോർട്ട് ടേം കോഴ്സാണ്. അത് പഠിക്കാൻ ചെന്നൈയിൽ 18,000 ഫീസ്. അതേ 3 മാസത്തെ കോഴ്സ് കോഴിക്കോട് പഠിക്കാൻ അന്ന് 45,000. അപ്പോൾ അത്രയും വലിയ വ്യത്യാസമുണ്ട്. കാരണം എന്താ വെച്ചാൽ കോഴിക്കോട് അതിനുമാത്രം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇല്ല. അപ്പോൾ ഒരു ഡിമാൻഡ് കൂടുതൽ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രൈസ് കൂടുമല്ലോ. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ശരിക്കും പറയണ്ടെങ്കിൽ ഞാൻ ഒറാക്കിൾ കോഴിക്കോട് നിന്നാണ് പഠിച്ചത്. പക്ഷെ അതോടൊപ്പം തന്നെ ഒരു നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാൻ 94-ൽ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെയാണ് ഇങ്ങനെ വന്നത്. 94-ൽ കോഴിക്കോട് തുടങ്ങി, 96-ൽ മലപ്പുറം ജില്ലയിലുള്ള മഞ്ചേരിയിൽ തുടങ്ങി, 97-ൽ പെരിന്തൽമണ്ണ തുടങ്ങി, 98-ൽ തിരൂർ തുടങ്ങി, 99-ൽ വടകരയിൽ തുടങ്ങി. അപ്പം ശരിക്കും 24 വർഷമല്ല, നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ 30 വർഷമാണ്. 30 ജിടെക് തുടങ്ങിയിട്ടാണ് 24 വർഷം. ഞാൻ എൻ്റെ ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് വന്നിട്ട് ഇപ്പോൾ 30 വർഷമായി. കറക്റ്റ് പറഞ്ഞാൽ 94-ലാണ് ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് വന്നത്. ഇപ്പോൾ 2024 ആയില്ലേ, 30 വർഷമായിട്ട് ഇതേ പരിപാടിയാണ്. ഞാൻ ഭയങ്കര പാഷനേറ്റ് ആണ്. അതുകൊണ്ടാണ് നമുക്ക് ഞാൻ പറഞ്ഞപ്പോൾ ഈ വർഷങ്ങളൊന്നും പോകുന്നത് അറിയാത്തത്. കാരണം നമുക്ക് ഓരോ വർഷങ്ങളിലും പുതിയ പുതിയ സ്ഥലങ്ങളിൽ നമ്മൾ തുടങ്ങുന്ന, പുതിയ കോഴ്സുകൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, പുതിയ ആക്ടിവിറ്റീസ് കൊണ്ടുവരുന്നു. അപ്പം പുതിയ സ്റ്റുഡൻസ് വരുന്നു, പുതിയ സ്റ്റാഫ് വരുന്നു, എല്ലാം. ഇപ്പം ഞാൻ പറഞ്ഞപ്പോൾ ഇന്ത്യക്ക് പുറത്തൊക്കെ തന്നെ നമ്മളെ പല സ്ഥാപനങ്ങളിലും ആ കൺട്രിയിലുള്ള ആൾക്കാരാണ് സ്റ്റാഫൊക്കെ ആയിട്ടുള്ളത്. പുതിയ ആൾക്കാരായിട്ട് ഇന്ററാക്ട് ചെയ്യാനും പുതിയ സ്ഥലങ്ങളിൽ തുടങ്ങുമ്പോൾ നമ്മളെപ്പോഴും ഒരു വൈബ്രൻസി നമുക്ക് ഉണ്ടാവുമല്ലോ. അപ്പൊ അതുകൊണ്ട് വർഷം പോകുന്നതൊന്നും അറിഞ്ഞില്ല. എല്ലാ ബിസിനസ്സുകാരുടെ അടുത്തും നമ്മൾ ചോദിക്കുന്ന സമയത്ത് അവരുടെ ജീവിതത്തിൽ എപ്പോഴും ഒരു വൈ വന്നിട്ടുണ്ടോ? അപ്പൊ നമ്മൾ ഈ പറഞ്ഞതുപോലെ എന്തുകൊണ്ട് നമ്മളുടെ കോഴിക്കോട് ഇത്ര റേറ്റ് എന്നൊരു ചോദ്യത്തിൽ നിന്ന് തുടങ്ങിയെന്ന് പറഞ്ഞു. ഇപ്പം സാറിന്റെ ഒരു ലൈഫ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫാമിലി ഓൾറെഡി ബിസിനസ്സിലുണ്ട്. പിന്നെ ഒരു ഫാമിലി മീൻസ് ഫാദറിന്റെ ഫാമിലി ഓൾറെഡി ബിസിനസ്സിലുണ്ട്, മദറിന്റെ ഫാമിലി എന്ന് പറയുന്നത് പ്രൊഫഷണൽസ് ആണ്. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് നിൽക്കണം? സ്വാഭാവികമായിട്ടും നമ്മൾ എന്താ പറയാ, ഫാമിലി ബിസിനസ്സിനോട് കൂടെ ചേർന്ന് പോവാം എന്നുള്ളതാണ് നമ്മൾ പറയാ. പക്ഷെ അവിടെ എങ്ങനെയാണ് ആ ഒരു എനിക്ക് എന്റേതായ ഒരു ഇൻഡിവിജ്വാലിറ്റി, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ എന്റെ ഒരു പാതയിലോട്ട് പോകണം എന്നൊരു ചിന്ത? അപ്പം ഇവൻ നമ്മൾ സൗദിയിലോട്ടുള്ള ജോലിക്ക് പോവുകയാണെങ്കിൽ പോലും. കറക്റ്റ്. അല്ല, ഇതിൽ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഫാദറിന്റെ ഫാമിലി ഫുള്ളി ഒരു ബിസിനസ് ഫാമിലിയാണ്. നമ്മൾ പഴയ ടിമ്പർ മർച്ചൻസാണ്. ഇപ്പോൾ കോഴിക്കോടുള്ള ഒരുവിധം ഈ സോമില്ലുകൾ അങ്ങനതൊക്കെ എൻ്റെ ഗ്രാൻഡ് ഫാദറും എൻ്റെ ഫാദറിൻ്റെ ബ്രദേഴ്സൊക്കെ എല്ലാവരും ഫാമിലിയിലുള്ള മൊത്തം ആൾക്കാരും ഫുള്ളി ബിസിനസ്സിലാണുള്ളത്. ഇപ്പം ഞാൻ പഠിച്ചൊരു ഫീൽഡ് IT ആണല്ലോ, ടെക്നോളജി ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ മില്ലുകളിലേക്കൊന്നും പോയിട്ടില്ല. അപ്പോൾ എൻ്റെ ബ്രദേഴ്സൊക്കെ ഈ മില്ലുകളിലൊക്കെ ആണ് പോയിട്ടുണ്ടായിരുന്നത്. ഞാൻ മില്ലിലേക്ക് പോയിട്ടേ ഇല്ല. കാരണം ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ ഫാദർ മരിച്ചു. അപ്പോൾ ഞാൻ ഒരു ലാഡ്ല എന്നൊക്കെ പറയില്ലേ, അങ്ങനെ വളരെ എല്ലാവരും സ്നേഹിച്ച് ലാളിച്ചൊക്കെ ഒരു വളർത്തിയ. അതായത് ഞാൻ 7 മക്കളിൽ 7ാമനാണ്. അപ്പോൾ ഫാദറും നേരത്തെ മരിച്ചുകൊണ്ട് എൻ്റെ ബ്രദേഴ്സും എൻ്റെ സിസ്റ്റേഴ്സും ഒക്കെ നമ്മളെന്താണോ പറയുന്നത് അത് അവർക്കൊക്കെ ആ ലെവലിൽ എന്നോട് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അതേപോലെ തന്നെയാണ്. ഇപ്പോൾ ഫാദർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞ എൻ്റെ മൂത്ത ബ്രദറുണ്ട്, ഞാൻ ഫാദറിൻ്റെ ഇതിൽ തന്നെയാണ് ഇപ്പോഴും. നമ്മളെന്ത് പറഞ്ഞാലും അവരത് ഒരു മാറ്റമില്ല, അവരിങ്ങോട്ട് പറഞ്ഞാലും അങ്ങനെ തന്നെ, നമുക്കൊരു മാറ്റമില്ല. അപ്പോൾ അങ്ങനെ വളരെ എന്താ പറയുക ലാളിച്ചൊക്കെ വന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഞാൻ കമ്പ്യൂട്ടർ പഠിച്ചപ്പോൾ എന്താണോ എൻ്റെ ഇഷ്ടം അത് പ്രകാരം തന്നെ എൻ്റെ ഫാമിലിയും സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കൂടെ വന്നു. പ്രത്യേകിച്ച് ഞാൻ ഈ ഒരു സമയത്ത് ആലോചിക്കുന്ന എൻ്റെ ഉമ്മയാണ്. കാരണം ഫാദർ, ഞാൻ പറഞ്ഞ എനിക്ക് 9 വയസ്സുള്ള സമയത്ത് ഫാദർ മരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മയാണ് എന്നോട് ചെന്നൈയിൽ പോകാനും അവിടെ ഡിഗ്രി പഠിക്കാനും അതിൻ്റെ കൂടെ കമ്പ്യൂട്ടർ IT പഠിക്കാനും ഒക്കെ തന്നെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ എപ്പോഴും ആലോചിക്കും, ഈ ഇത്രയും വർഷങ്ങൾക്ക് മുന്നേ ഉമ്മക്ക് ഇങ്ങനെ ഒരു മനസ്സിലായില്ലേ. അപ്പോൾ അതൊരു അതെ. അപ്പം ആ ഒരു ലെവലിലുള്ള ഒരു സപ്പോർട്ട് എനിക്ക് ഫാമിലിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു പ്രസ്ഥാനം ഒരു കെട്ടിപ്പടുക്കാനുള്ള. പിന്നെ ഞാൻ പറഞ്ഞ ഞാൻ തുടങ്ങിയതും ആ രീതിയിലാണ്, നല്ല ലെവലിലായിരുന്നു. ചോൾ വെരി ബിഗ് സെൻറ്റേഴ്സ്. ഇപ്പം ഞാൻ ഈ പറഞ്ഞ മഞ്ചേരി, പെരിന്തൽമണ്ണ ഒക്കെ ആ ഒരു സ്ഥലത്ത് ഏറ്റവും നല്ല ട്രെയിനിങ് സെൻ്റർ ആയിരുന്നു. അപ്പോൾ ഒരു വർഷത്തിൽ തന്നെ നമുക്ക് ആ ഒരു സെൻറ്റർ ക്ലിക്കാക്കി എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. കാരണം അത് നമ്മളൊരു സക്സസ് ആണല്ലോ. ഒന്നിൻ്റെ മുകളിൽ നിന്ന് അടുത്ത് തുടങ്ങി ഇങ്ങനെ കൊണ്ടുവരാൻ തന്നെ അത്ര എളുപ്പമൊന്നുമല്ല. സക്സസ് ആണെങ്കിൽ മാത്രമേ നമുക്ക് അടുത്തതിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ബൈ ദ ഗ്രേസ് ഓഫ് ഓൾമൈറ്റി എനിക്ക് ഈ 30 വർഷം നല്ല ഒരു നല്ല വശം മാത്രം ഞാൻ കണ്ടിട്ടേ ഉള്ളൂ. കാരണം
നമുക്കറിയാലോ, അപ്പോൾ നമ്മൾ എന്ത് സ്ഥാപനം തുടങ്ങുമ്പോഴും രണ്ട് വശമുണ്ട്. നമുക്ക് പ്രോഫിറ്റ് ഉള്ള വശമുണ്ട്, ലോസ് ഉള്ള വശമുണ്ട്. ഈ ലോസ് ഉള്ള വശം എനിക്ക് ഇതുവരെ എൻ്റെ ലൈഫിൽ ദൈവത്തിൻ്റെ വലിയൊരു ഇതുകൊണ്ട് എനിക്ക് വന്നിട്ടില്ല. എന്നും ഈ പറഞ്ഞ രീതിയിൽ ഓരോ വർഷവും പുതിയ പുതിയ സ്ഥലങ്ങളും ഒക്കെ തുടങ്ങാനൊക്കെ ഉള്ള രീതിയിലേക്കാണ് അത് വന്നിട്ടുള്ളത്. അതേപോലെ നല്ലൊരു ടീം, ഈ 30 വർഷം മുന്നേ ഉള്ള ആൾക്കാരൊക്കെ ഇപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്. എൻ്റെ കൂടെ 30 വർഷം മുന്നേ വന്നിട്ടുള്ള ആളാണ് എൻ്റെ GM ഇപ്പോഴും, നന്ദകുമാർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതേപോലെ നല്ലൊരു ടീം എൻ്റെ കൂടെ ഇങ്ങനെ കട്ടക്ക് നിൽക്കുക എന്ന് പറയില്ല, ആ രീതിയിലുണ്ട്. കാരണം അത് വലിയൊരു എന്താ പറയുക, നമുക്ക് വലിയൊരു എനർജിയാണ്. നമ്മളൊക്കെ നമ്മൾ വിചാരിക്കുന്ന രീതിയിലേക്കുള്ള ഒരു ടീം നമ്മളെ കൂടെ ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് വലിയ വലിയ കാര്യങ്ങൾ ആലോചിക്കാനും ചിന്തിക്കാനും ഒക്കെ തന്നെ പറ്റും. ഇപ്പോൾ കഴിഞ്ഞ വർഷം 2023 GTECനെ സംബന്ധിച്ചോളം ഭയങ്കര സക്സസ്, ഒരു എന്താ പറയുക, ഒരു 10 ഇരട്ടി സക്സസ് ഉള്ള ഒരു വർഷമായി. കാരണം ഒന്ന്, നമ്മൾ വി ട്രെയിൻഡ് അബൌട്ട് 1,58,773 കുട്ടികളെ 2000. കാരണം ഓരോ കുട്ടിക്കും യുണീക്ക് ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് നമ്മളെ ERP-യിൽ തന്നെ അത് വരുന്നതുകൊണ്ട് ഇത് നമുക്ക് ട്രാക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ടാണ് ഇത്ര കറക്റ്റ് ആയിട്ട് പറയാൻ വേണ്ടി പറ്റുന്നത്. അപ്പൊ അത് നിങ്ങൾ GTECലുള്ള ആരോട് ചോദിച്ചാലും ഈ നമ്പർ അവർക്ക് അറിയാം. കാരണം അത് ഏറ്റവും കൂടുതൽ കുട്ടികളെ കഴിഞ്ഞ കൊല്ലം പഠിപ്പിച്ച ഒരു വർഷമായിരുന്നു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ കൊല്ലം നമ്മൾ വി ബിക്കെയിം ദ ഫസ്റ്റ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനമായിട്ട് നമ്മൾ മാറി. വി അക്വയർഡ് എ കമ്പനി ഇൻ മുംബൈ. അതൊന്നും അത്ര എളുപ്പമുള്ള ഒരു സംഭവം അല്ലല്ലോ. ബോംബെയിൽ പോയിട്ട് അവിടെ ഒരു നല്ല നെറ്റ്വർക്കുള്ള ഒരു കമ്പനി നമ്മൾ അക്വയർ ചെയ്തിട്ട് അത് കംപ്ലീറ്റ് റീബ്രാൻഡ് ചെയ്തിട്ട് ടുഡേ വി ഹാവ് 102 സെൻറ്റേഴ്സ്, 102 സെൻറ്റേഴ്സ് നമുക്ക് ബോംബെ സിറ്റിയിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇത് ബോംബെ സിറ്റിയിൽ മാത്രം. അപ്പോൾ ഇതൊക്കെ വലിയ ചാലഞ്ചായിട്ട് നമ്മൾ ഏറ്റെടുത്ത് ചെയ്യേണ്ടതാണ്. സോ നമുക്ക് അങ്ങനെയുള്ള രീതിയിലേക്കുള്ള നല്ലൊരു ടീം നമ്മളെ കൂടെ ഉണ്ടാവുമ്പോൾ ഇതൊക്കെ ചെയ്യാൻ എളുപ്പമാണ്. നമ്മൾ പുഷ്പം പോലെ എന്ന് പറയില്ലേ. ഇപ്പോൾ ഇന്ന് നമുക്ക് ഇവിടെ കൊച്ചിയിൽ വെച്ചിട്ട് പിന്നെ GTEC മഹോത്സവം നടക്കുകയാണ്. ഈ കേരളത്തിൻ്റെ എല്ലാ മുക്കും മൂലയിലും ഉള്ള ആൾക്കാർ ബസ് പിടിച്ച് ഇവിടെ വന്നിട്ട് ഇതൊരു ഫാമിലി ഗെറ്റ് ടുഗദറാണ്. അപ്പോൾ ഇത് ഇത്രയും ആൾക്കാർ ഇവിടെ വന്ന് ഈ ഒരു പരിപാടി അറ്റൻഡ് ചെയ്യുന്നത് തന്നെ അതൊരു വലിയ ടീം വർക്കാണ്. അപ്പോൾ അതിൻ്റെ മുന്നിൽ വളരെ പ്രൊഫഷണലിസം ഉണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ എൻ്റെ കൂടെയുള്ള എല്ലാവരും തന്നെ നല്ല ഹൈലി പ്രൊഫഷണൽ ആയിട്ടുള്ള, ഹൈലി ക്വാളിറ്റി ഉള്ള, നമുക്ക് എവിടെയും കൊണ്ടുപോയി വെക്കാൻ പറ്റുന്ന രീതിയിലേക്ക്. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ്. കാരണം അവിടെ അത്ര വലിയൊരു മഹോത്സവം നടക്കുകയാണ്. ഓവറോൾ കേരളയിലുള്ള എല്ലാവരും നമ്മുടെ കൂടെ ഇവിടെ ഉണ്ട്. ആ സമയത്ത് വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അത്രയും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മുടെ വർക്കിനെ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നു എന്ന് പറയുന്നത്. അല്ല, ഞാൻ അത് പൊതുവെ അങ്ങനെ ചെയ്യുന്നതാണ്. കാരണം ഞാൻ പറഞ്ഞ എൻ്റെ കൂടെ എല്ലാം സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അന്ന് മുതൽ എന്നുള്ള ആൾക്കാരാണ്. അവർക്കെല്ലാം അറിയാം, എൻ്റെ മനസ്സും അവർക്കറിയാം, ഞാൻ എന്താണ് വിചാരിക്കുന്നത് എന്നുള്ളത് അവർക്കറിയാം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വെൻ യു സെറ്റപ്പ് ആൻ ഓർഗനൈസേഷൻ, ഈ ഒരു സ്ട്രക്ചറിങ് നമുക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഇതെല്ലാം ഞാൻ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ. അവിടെ അവിടെ നിന്നല്ല, ഇപ്പോൾ നമുക്ക് ഇഷ്ടംപോലെ പരിപാടികൾ നടക്കും. ഇപ്പോൾ നമ്മൾ എസ്പെഷ്യലി നമ്മൾ ഇത്രയും വലിയൊരു നെറ്റ്വർക്ക്, കേരളത്തിൽ 227 സെൻറ്ററുകളാണ്, ബ്രാഞ്ചുകളാണ്. ഈ ഓരോ സെൻറ്ററിൽ നടക്കുന്ന ഓരോ മിനിറ്റിൽ നടക്കുന്ന ചലനങ്ങളും വീക്ഷിക്കാനും മോണിറ്റർ ചെയ്യാനും ഒക്കെ തന്നെ നല്ലൊരു ടീം നമുക്കുണ്ട്. ഓരോ ദിവസം ഓരോ സെൻറ്ററിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് ക്ലിയർ ആയിട്ട് കാണാനും അവർക്ക് അതിനുള്ള ഗൈഡൻസ് കൊടുക്കാനും ഒക്കെ തന്നെ ആൾക്കാരുണ്ട്. ഇതിൽ പ്രത്യേക കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന വിദ്യാഭ്യാസമാണ്. ഇത് നമ്മൾ കൃത്യമായിട്ട് കൊടുക്കണം. അപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് നമ്മളെ സെൻറ്ററിൽ വന്നു കഴിഞ്ഞാൽ അവരെന്താണോ ഉദ്ദേശിക്കുന്നത് നമ്മൾ അവർക്ക് കൊടുത്തിരിക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ അത് കംപ്ലൈൻ്റ് ആവും. ഇപ്പോൾ ഒരു കംപ്ലൈൻറ്റ് വരുന്ന സമയത്ത് ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും ഇപ്പോൾ ഒരു GTEC കാഞ്ഞങ്ങാടോ അല്ലെങ്കിൽ ഒരു പിന്നെ തിരുവനന്തപുരത്തുള്ള ഏതെങ്കിലും സെൻറ്ററോ കോട്ടയത്തുള്ള ആണെങ്കിലോ അവർ കോട്ടയം എന്നൊന്നും പറയില്ല, GTEC എന്നേ പറയുള്ളൂ. അപ്പോൾ ബേസിക്കലി ഗിവിങ് ദിസ് കൈൻഡ് ഓഫ് എ ക്വാളിറ്റി അത് എല്ലാവർക്കും കൊടുക്കേണ്ടതും നമുക്ക് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിനൊക്കെ ഒരു വലിയ ടീം വർക്ക് സത്യം പറയണമെങ്കിൽ എൻ്റെ കൂടെ ഉണ്ട്. എൻ്റെ സ്ട്രെങ്ത് അതാണ്. ഞാൻ എല്ലാ സ്ഥലത്തും പറയുന്നതാണ്, ബേസിക്കലി ആ ഒരു ടീം വർക്കാണ് എൻ്റെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞു, നമുക്ക് ഇത്രയും കാലമായിട്ട് നമുക്ക് ഫെയിലിയേഴ്സ് എന്ന് പറയുന്നത് അത്ര അധികം, അല്ലെങ്കിൽ ഫെയിലിയേഴ്സിനെ നമ്മൾ ഇതുവരെ ഫേസ് ചെയ്തിട്ടില്ലാണ്. അതിന് പക്ഷെ എനിക്ക് തോന്നുന്നു ഫെയിലിയേഴ്സിനെ അല്ലെങ്കിൽ ഫെയിലിയേഴ്സ് എന്ന വേർഡിനെ സാർ എടുക്കുന്നത് ഒരു പക്ഷേ റിസ്ക് എന്നുള്ളൊരു എലമെന്റിലായിരിക്കാം. ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ ബോംബെയിൽ നമ്മൾ പോയിട്ട് ഒരു കമ്പനി അക്വയർ ചെയ്യുന്നു, അങ്ങനെ വരിക എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി അതൊരു റിസ്ക് ആണ്. അതിനെ ഈ പറയുന്ന പോലെ ജയിക്കാം തോൽക്കാം എന്ത് വേണമെങ്കിലും ആവാം. പക്ഷെ അവിടെ ഈ പറയുന്ന പോലെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നമ്മൾ അവിടെ പോകുന്നു. അപ്പം അങ്ങനെ റിസ്കുകൾ എടുക്കാനുള്ള ഒരു ധൈര്യം, ഡെഫിനറ്റ്ലി യു ഹാവ് എ ഗ്രേറ്റ് ടീം.
കാരണം ഗ്രേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയേണ്ട അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ടീമുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും എങ്ങനെയാണ് ആ ഒരു റിസ്കുകളെ അല്ലെങ്കിൽ നെക്സ്റ്റ് നമ്മൾ ഇതൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് അതിനൊന്ന് ഫോക്കസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? അതായത് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു ലൈഫേ ഉള്ളൂ, ലൈഫ് ചിലപ്പോൾ ഇനി രണ്ടാമതൊക്കെ ഉണ്ടാവാം. പക്ഷേ ഈ ഒരു ലൈഫ് ഇപ്പോൾ മെഹറൂഫ് മണലൊടി ജിടെക് എന്ന് പറയുന്ന ലൈഫ് ഇതേ ഉണ്ടാവൂ എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനിയിപ്പോൾ രണ്ടാമത്തെ ലൈഫ് നമുക്ക് വേറെ ഉണ്ടാവാം, എന്നാലും ഈ ഒരു ലൈഫ് നമുക്ക് വളരെ ഷോർട്ടായിട്ടുള്ളൊരു ടൈമല്ല ഉണ്ടാവുക. അപ്പോൾ അത് ഏറ്റവും നല്ല ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ടുള്ള രീതിയിൽ ചെയ്യണം എന്നുള്ളൊരു കാഴ്ചപ്പാട് എനിക്കുണ്ട്. എൻ്റെ ഒരു ലൈഫ് സ്പാൻ അത് നമുക്കറിയാമല്ലോ, ചിലപ്പോൾ ഒരു അടുത്തൊരു 5 കൊല്ലം ഉണ്ടാവും, 2 കൊല്ലം ചിലപ്പോൾ ഇന്ന് തന്നെ ആയിരിക്കും. അപ്പോൾ ആ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നല്ല വൃത്തിയായിട്ട് അങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ, ഒരു പ്ലാനുള്ള ഒരാളാണ് ഞാൻ. പിന്നെ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട്, ജെനുവിനായിട്ട്, ട്രാൻസ്പെറൻ്റ് ആയിട്ട് ചെയ്യണം എന്നുള്ളതും വളരെ എനിക്കൊരു നിർബന്ധ ബുദ്ധിയാണ്. നമുക്കൊരു വളഞ്ഞ വഴി, ഒരു ഷോർട്ട് കട്ട്, ഇങ്ങനത്തെ പരിപാടികളൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ബൈ ദ ഗ്രേസ് ഓഫ് ഓൾമൈറ്റി ഞാൻ എപ്പോഴും പറയുന്ന അതാണ്, ദൈവത്തിൻ്റെ ഒരു ബ്ലെസ്സിങ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അല്ലാതെ ഇങ്ങനെ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റൂല, ഇമ്പോസിബിൾ ആണ്. ആ ബ്ലെസ്സിങ് നമ്മൾ മിസ്യൂസ് ചെയ്യാൻ പാടില്ല, മനസ്സിലായില്ലേ? ആ ബ്ലെസ്സിങ് നമ്മളെപ്പോഴും കീപ്പ് ചെയ്ത് നമ്മളൊരു സ്റ്റാൻഡേർഡ്സ്, നമ്മളൊരു ട്രാൻസ്പെറൻസി, ഇത് എല്ലാ കാലവും നമ്മൾ നിലനിർത്തേണ്ട ആവശ്യമുണ്ട്, നിർബന്ധമാണ്. ഇപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറയാണ്, മരിച്ചു കഴിഞ്ഞാൽ നല്ലതെന്ന് പറയപ്പോഴാ നമ്മൾ ജനങ്ങൾക്ക് നല്ലത് ചെയ്യുന്ന സമയത്താണ്, അല്ലേ? ഒരു മനുഷ്യൻ്റെ സക്സസ് എന്ന് പറയുന്നത് അതാണ്. ഒരു മരണപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ നല്ലൊരു മനുഷ്യരായിരുന്നു, അല്ലെങ്കിൽ അയാളെ കാണാൻ കുറേ ആൾക്കാർ വരുമ്പോഴാണ് അയാൾ നല്ലൊരാളായിട്ട് മാറുക. അപ്പോൾ അത് അങ്ങനെയൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പം എങ്ങനെയെങ്കിലും എന്തെങ്കിലും കാട്ടിക്കൂട്ടി എന്തെങ്കിലും ചെയ്യാനോ അതിലൂടെ ഒരു പണം ഉണ്ടാക്കാനോ ഒന്നും ഒരിക്കലും ഞാൻ ശ്രമിച്ചിട്ടില്ല. എന്താണോ ചെയ്യുന്നത് അത് വളരെ ക്ലിയർ ആയിട്ട് ചെയ്യാനും അതിലൂടെ മറ്റുള്ളവർക്ക് ഗുണമുണ്ടാവാനും മറ്റുള്ളവരെ ചേർത്ത് പിടിക്കാനും ഒക്കെ തന്നെ ഞാൻ എന്നും ശ്രമിച്ചിട്ടുണ്ട്. ഇനി കാലാകാലം അങ്ങനെ തന്നെ ശ്രമിക്കാൻ എന്നാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പം നമ്മൾ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു സെക്ടർ ഡെഫിനറ്റ്ലി അതൊരു വളരെ വലിയൊരു ഉത്തരവാദിത്വമാണ്. കാരണം നെക്സ്റ്റ് ജനറേഷനെ വാർത്തെടുക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ രാജ്യത്തിനെ തന്നെ നോക്കിക്കാണുന്ന ഒരു പക്ഷേ നമ്മുടെ എഡ്യൂക്കേഷനിലൂടെ നോക്കിക്കാണുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പം നമ്മൾ എപ്പോഴും പറയുന്നതാണ്, നമുക്ക് എഡ്യൂക്കേഷനിൽ ഈ പറയുന്ന പോലെ ഒരു ക്വാളിറ്റി അഷുറൻസ് കൊടുക്കാൻ പറ്റുന്നുണ്ടോ? ഡെഫിനറ്റ്ലി നമുക്ക് ഈ പറയുന്ന പോലെ അവരുടെ സ്വഭാവ രൂപീകരണത്തിന് പോലും എഡ്യൂക്കേഷൻ ഭയങ്കരമായിട്ട് ഭാഗമാകുന്ന ഒരു ഘട്ടമുണ്ട്. അപ്പം അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ആണ് നമ്മളുടെ ഈ ഒരു മെയിൻ ഫീൽഡ് എന്ന് പറയുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്? അല്ലെങ്കിൽ ഇപ്പം നമ്മൾ തുടങ്ങിയത് ഇപ്പോൾ 94 നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അന്നുള്ള സ്റ്റുഡൻസിന്റെ പൊട്ടൻഷ്യൽ അല്ല ഇന്നുള്ള സ്റ്റുഡൻസിന്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അന്നുള്ള ടെക്നോളജി അല്ല ഇന്നുള്ള ടെക്നോളജി. ഒരുപാട് മാറ്റങ്ങളുണ്ട്. അപ്പം നമ്മളിപ്പോൾ എന്തൊക്കെ നമ്മളെ അറിയാവുന്ന ടീം നമ്മുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാലും ഇന്നത്തെ സാഹചര്യങ്ങളെ മനസ്സിലാക്കുന്ന ഒരു ടീമും അല്ലെങ്കിൽ ഒരു ലീഡറും തന്നെ അതിന് ഡെഫിനറ്റ്ലി വേണം. അപ്പം എന്തൊക്കെ തയ്യാറെടുപ്പുകൾ അതിന് വേണ്ടി എടുക്കുന്നുണ്ട്? അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സമയത്ത് ഞാൻ ആദ്യം കോട്ട് ചെയ്യുന്ന ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ സാധനമുണ്ട്. അത് നെൽസൺ മണ്ടേലൻ്റെ ഒരു കോട്ടാണ്. എഡ്യൂക്കേഷൻ ഈസ് ദ മോസ്റ്റ് പവർഫുൾ വെപ്പൺ യു ക്യാൻ ചൂസ് ടു ചേഞ്ച് ദ വേൾഡ്. മനസ്സിലായി? അത് അദ്ദേഹം ഇത്രയോ വർഷങ്ങൾക്ക് മുമ്പേ പറഞ്ഞിട്ടുള്ളത്. അതായത് ഇന്ന് ലോകത്തെ മാറ്റിമറിക്കാൻ കഴിവുള്ള ഏറ്റവും ബെസ്റ്റ് വെപ്പൺ എന്ന് പറയുന്നത് എഡ്യൂക്കേഷനാണ്. അപ്പോൾ നമ്മളൊരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളെ മുന്നിൽ നിന്ന് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ആ ഒരു ക്വാളിറ്റി വേഗം മനസ്സിലാവും. സോ വെൻ യു ആർ എഡ്യൂക്കേറ്റഡ് അതിൻ്റെ ഒരു വ്യത്യാസം അറിയാം. ഇത് എല്ലാ പേരൻസിനും അറിയാം. അതുകൊണ്ടാണ് കുട്ടികൾ ഒരു 4 വയസ്സാകുമ്പോഴത്തേക്ക് തന്നെ സ്കൂളിൽ ചേർത്തുന്നതും 10ാം ക്ലാസ് കഴിഞ്ഞാൽ +2 പോകണം എന്ന് പറയുന്നത്, അത് കഴിഞ്ഞാൽ ഡിഗ്രിക്ക് പോകണം എന്ന്. അതായത് എഡ്യൂക്കേഷൻ മസ്റ്റാണ്, നിർബന്ധമാണ്. അതിലിപ്പോൾ നമ്മളുടെ ഒരു ഏരിയ എന്ന് പറയുന്നത് ടെക്നോളജിയാണ്. ഇതും മസ്റ്റാണ്, നിർബന്ധമാണ്. കാരണം കാലം മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടം നമുക്കറിയാം, ഡാറ്റാ സയൻസിൻ്റെയും പിന്നെ അനലിറ്റിക്സിൻ്റെയും അതേപോലെ ഡാറ്റ വിഷ്വലൈസേഷൻ്റെയും റോബോട്ടിക്സിൻ്റെയും ഒക്കെ കാലഘട്ടമാണ്. അപ്പോൾ ഇതൊന്നും പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നിനും പറ്റാത്ത രീതിയിലേക്കാവും. ഞാൻ പണ്ട് ഈ 94 ഈ ഫസ്റ്റ് കമ്പ്യൂട്ടർ സെൻ്ററൊക്കെ തുടങ്ങുന്ന സമയത്ത് പലരും എന്നെ കളിയാക്കിയിട്ടുണ്ടായിരുന്നു. ഈ കമ്പ്യൂട്ടറൊക്കെ പഠിക്കാൻ ആരാ വരിക, ഏത് കാലത്താണ് കമ്പ്യൂട്ടറൊക്കെ വരിക എന്ന് ചോദിച്ചിട്ട് ഇഷ്ടം പോലെ. ഇപ്പം ഞാൻ മനസ്സിലാക്കിയോടത്തോളം എനിക്കൊരു ഫെയിലിയർ വരാത്ത കാരണം ഞാൻ അന്ന് ഈ ഒരു ടെക്നോളജി സെഗ്മെന്റിലേക്ക് കടന്നതുകൊണ്ടാണ്. കാരണം ഇതെന്നും ഡിമാൻഡിങ് ആണ്, എന്നും പുതിയ കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കും. ഇപ്പം നമുക്കറിയാം, ഒരു 98, 99 കാലഘട്ടത്തിലാണ് മൊബൈൽ വന്നത്. അപ്പോൾ ഈ മൊബൈൽ വളരെ കുറച്ച് ആൾക്കാരായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. വലിയ കയ്യിൽ വെച്ച് കിടക്കുന്ന ഫോണൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഓർമ്മ, ഞാനൊക്കെ അന്ന് എസ്കോട്ടൽ എന്നൊക്കെ പറഞ്ഞതിൻ്റെ കണക്ഷനാണ്, ഇൻകമ്മിങ്ങിന് ചാർജ് അങ്ങനെയൊക്കെ ഉള്ളതാണ്. അന്ന് സ്മാർട്ട് ഫോണൊന്നും ഇല്ല. ഇതൊക്കെ ഇപ്പോഴത്തെ തലമുറേൻ്റെ അടുത്ത് പറയുമ്പോൾ അവർ വിചാരിക്കുന്നത് എന്തോ വലിയ വെറുതെ തമാശ പറയാമെന്ന് വിചാരിക്കും. അത് കാലഘട്ടം, നമ്മൾ അത് കണ്ടിട്ടുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ
നമ്മളൊരു സെഗ്മെൻ്റ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ പ്ലസ് ടെക്നോളജിയാണ്. ഇത് ഒരു കാലത്തും ഇതിനൊരു മാറ്റം വരാൻ വേണ്ടി പോകുന്നില്ല. പുതിയ പുതിയ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കും. അത് പഠിച്ചു വളരാനുള്ള രീതിയിലേക്കുള്ള ഒരു ജനറേഷൻ ഇവിടെ ഉണ്ടായേ മതിയാവും. മസ്റ്റാണ്, നിർബന്ധമാണത്. അതിലൊരു മാറ്റമില്ല. ഏതെങ്കിലും ഒരു പാരൻറ്റ് പറയോ നീ സ്കൂളിൽ പോകണ്ടെന്ന് പറയോ, നീ കമ്പ്യൂട്ടർ പഠിക്കണ്ടെന്ന് ഈ കാലത്ത് പറയൂല. കാരണം അത് ഇപ്പം നമുക്കറിയാം, സ്കൂളിൽ തന്നെ IT സിലബസും എല്ലാം വന്നു. പണ്ട് ഞാൻ പറഞ്ഞില്ല, ഇപ്പം ഞാൻ പണ്ട് ആദ്യത്തെ നമ്മളെ ബ്രാഞ്ചൊക്കെ തുടങ്ങുന്ന സമയത്ത് ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നീ ഇത്രയും വലിയ പൈസ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്ത് ഇതൊക്കെ പഠിക്കാനൊക്കെ ആളൊക്കെ വരുമോ, കമ്പ്യൂട്ടറൊക്കെ ആവശ്യം ഉണ്ടാവുമോ എന്നൊക്കെയുള്ള രീതിയിൽ എന്നെ തന്നെ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞു, എനിക്ക് ഓരോ സ്ഥാപനം തുടങ്ങുന്ന സമയത്ത് അവിടെ നിന്നൊക്കെ തന്നെ നല്ല റെസ്പോൺസാണ് കിട്ടിയിട്ടുള്ളത്. കാരണം എന്താ വെച്ചാൽ ആൾക്കാർക്ക് മെല്ലെ മെല്ലെ മനസ്സിലായി തുടങ്ങി കമ്പ്യൂട്ടർ ഇല്ലാതെ ഒരു കാര്യം പിന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നുള്ളത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ടീച്ചിങ് ആണല്ലോ. ഇപ്പം ഞാനൊരു കമ്പ്യൂട്ടർ ഹാർഡ്വെയർ വെക്കുന്ന ആളോ ഒന്നുമല്ല, എല്ലാം നമ്മൾ പഠിപ്പിക്കുക ചെയ്യണം. ഇപ്പോൾ റോബോട്ട് എങ്ങനെ യൂസ് ചെയ്യണം, എങ്ങനെ ഉണ്ടാക്കണം എന്നാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ഒരു ടീച്ചിങ് ആണ് നമ്മളുടെ മേഖല എന്ന് പറയുന്നത്. ടീച്ചിങ് എന്ന് പറയുന്നത് ഒരു നോബൽ കോഴ്സാണ്, മനസ്സിലായില്ലേ? ഗുരു ഗോവിന്ദ് ധാവു ഖഡേ കാക്കേ ലാഗു പാവ് എന്നാണ്. അതായത് ദൈവവും അധ്യാപകരും മുന്നിൽ വന്നു കഴിഞ്ഞാൽ ആരുടെ കാലിലാണ് ആദ്യം വന്നിക്കേണ്ടത് എന്ന് ചോദിച്ച സമയത്ത് അധ്യാപകൻ എന്നാണ് പറഞ്ഞത്. കാരണം ഈ ഗുരുവാണ് നമുക്ക് ഗോവിന്ദ് ഉണ്ട് എന്ന് പറഞ്ഞു തന്നിട്ടുള്ളത്. അധ്യാപകനാണല്ലോ. പോലും നമ്മൾ എവിടെയെങ്കിലും ഒരു മദ്രസയിലോ സ്കൂളിലോ ഒക്കെ പോയിട്ടാണല്ലോ ഇങ്ങനെ ദൈവം ഉണ്ടെന്നൊക്കെ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അത്രമാത്രം ഇമ്പോർട്ടൻസ് ടീച്ചിങ്ങിന് ശരിക്കും പറഞ്ഞാൽ ഉണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞപ്പോൾ നമ്മളെ ടെക്നോളജിയിലുള്ള ടീച്ചേഴ്സിൻ്റെ ഒരു വ്യത്യാസം ഞാൻ പറഞ്ഞത്. അപ്പം നമുക്ക് ഒരു 20 വയസ്സുള്ള ആൾക്ക് ഒരു ഫാക്കൽറ്റി ആവാം, അതാണ് അതിൻ്റെ വ്യത്യാസം. അപ്പോൾ നമ്മൾ സ്കൂളിൽ പഠിക്കാൻ പറഞ്ഞ മിനിമം B.Ed വേണം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. നേരെ മറിച്ച് നമ്മൾ ഈ IT സെഗ്മെൻറ്റിൽ ഒരു 18, 19, ഈവൻ 15 വയസ്സുള്ള ആൾക്കും വേണമെങ്കിൽ എന്താവാം, ഒരു ഫാക്കൽറ്റി, ഒരു ട്രെയിനറാവാം, ഒരു ടീച്ചറാവാം. അപ്പോൾ ഈ ഒരു 18 വയസ്സുകാരനെ ചിലപ്പോൾ ഒരു 30 വയസ്സുകാരൻ ചിലപ്പോൾ പഠിപ്പിക്കും. ഈ 30 വയസ്സുകാരൻ സാറെന്നോ അല്ലെങ്കിൽ ടീച്ചറെന്നോ ആയിരിക്കും വിളിക്കുന്നുണ്ടാവുക. അതാണ് ടെക്നോളജി എഡ്യൂക്കേഷനിലുള്ള വ്യത്യാസം. എന്തായാലും ഓരോ ദിവസം കൂടുന്തോറും ടെക്നോളജി കൂടുതൽ എന്താ പറയുക അഡ്വാൻസ് ആയിട്ടാണ് വരിക. ഇപ്പം നമ്മളെ എല്ലാ GTech സെൻറ്ററുകളിലും ഒരു റോബോട്ട് ഫ്രണ്ട് ഓഫീസിലുണ്ട്. ഗ്ലോറിയ എന്നാണ് അതിൻ്റെ പേര്, ഗ്ലോറിയ. അപ്പോൾ നമ്മളെ സെൻറ്ററിൽ വന്ന ഒരു കോഴ്സിന് എൻക്വയറി ഒക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്ലോറിയയും കുറേ കാര്യങ്ങളൊക്കെ ആൻസർ ചെയ്യും. ഇപ്പോൾ ഏറ്റവും ബെസ്റ്റ് ടെക്നോളജി കോഴ്സ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്ലോറിയ ആൻസർ ചെയ്യും. ഇങ്ങനെയുള്ള കുറേ ഇതൊക്കെ ടെക്നോളജീൻ്റെ വലിയൊരു വ്യത്യാസമല്ലേ. ഇപ്പോൾ നമുക്കൊരു ഫോണ്, ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു ഫോണില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഇന്നൊരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ എന്ന് വെച്ചാൽ ഫോണിൽ ചാർജ് ഇല്ലാത്തതും ഡാറ്റ ഇല്ലാത്തതുമാണ്, അല്ലേ? കാരണം ഇപ്പോൾ നമുക്കൊരു നേരെ ചോറ് തിന്നില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല, ഫോണിൽ ചാർജ് ഇല്ലാത്തതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ടെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത്രമാത്രം ടെക്നോളജി നമ്മളെ ലൈഫിലേക്ക് ഇൻഫ്ലുവൻസ്ഡ് എന്നാണ് അതിന് പറയുക. കാരണം നമ്മൾ രാവിലെ എണീച്ച ഫോൺ നേരെ പോകുന്നത് ഫോണിലേക്കാണ്, ചാർജിന് വെക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് മെസ്സേജ് വന്നിട്ടുണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ എല്ലാം ടെക്നോളജി റിലേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഐ സി ഹ്യൂജ് പൊട്ടൻഷ്യൽ ഇൻ ദ കമ്മിങ് ഡേയ്സ്. അതുകൊണ്ടാണ് നമ്മൾ പുതിയ രാജ്യങ്ങളിലേക്കും പുതിയ സ്ഥലങ്ങളിലേക്കൊക്കെ തന്നെ നമ്മൾ പോകുന്നത്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ കേരളം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഒരു ലിറ്ററേറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റാണ്. പൊതുവെ വിദ്യാഭ്യാസത്തിന് നല്ല എല്ലാ പേരൻസും ഭയങ്കര മുൻതൂക്കം കൊടുക്കുന്നതാണ്. നേരെ മറിച്ച് ഇതേപോലെയുള്ള ഇന്ത്യയിൽ തന്നെ ബാക്കി സ്റ്റേറ്റുകൾ, ഇഫ് യു ഗോ ടു UP, മനസ്സിലായി, അവിടെയൊക്കെ ഡെവലപ്പിംഗ് സ്റ്റേജാണ്. അവരൊക്കെ ചെറുപ്പത്തിൽ ഞാൻ പറഞ്ഞ ഒരു 5-6 വയസ്സായിട്ടുണ്ടെങ്കിൽ പാടത്തേക്ക് പണിയെടുക്കാനാണ് പോണത്. അപ്പം അതൊക്കെ മാറി ഇപ്പോൾ ഇതേപോലെ പഠിക്കാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയൊരു എക്സ്പാൻഷൻ നമ്മളെ GTechൻ്റെത് ഈ UPയിലും അതേപോലെ വെസ്റ്റ് ബംഗാളിലും ഒറീസയിലും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ പണ്ട് തുടങ്ങിയതുപോലെ തന്നെ അവിടെയും ഈ പറഞ്ഞ പോലെ ബേസ്മെന്റ് നമുക്ക് തീർച്ചയായിട്ടും അവിടെയൊക്കെ നമ്മളെ റീജിയണൽ ഓഫീസുകളും ഏരിയ ഓഫീസുകളൊക്കെ വന്നു. അവിടെയൊക്കെ നല്ല വർക്ക് നടക്കുന്നുണ്ട്. സോ മൈ പ്ലാൻ ഈസ് ടു ഹാവ് 1000 സെൻറ്റേഴ്സ്, 1000 ബ്രാഞ്ചുകളിലേക്ക് ഈ വർഷം എത്തിക്കുക എന്നുള്ള രീതിയിലേക്കുള്ള വലിയൊരു വർക്ക് എല്ലാ സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട്. അപ്പോൾ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാ ദിവസവും പുതിയ സെൻറ്ററുകൾ നമുക്കിങ്ങനെ നമ്മളെ നെറ്റ്വർക്കിലേക്ക് ആഡ് ചെയ്തുകൊണ്ടിരിക്കുക ചെയ്യണത്. അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ചാൽ നമുക്ക് ഒരിക്കലും മടുപ്പ് വരുന്നില്ല. നമ്മൾ ദിവസം കാണുന്നത് പുതിയ ഏരിയയിൽ നിന്ന് കറക്റ്റ്. ഇപ്പോൾ ഈ വരുന്ന ആഴ്ചയിൽ തന്നെ നമുക്ക് കുറേ പുതിയ സെൻറ്ററുകൾ വരുന്നുണ്ട്. ഇപ്പോൾ വി ആർ ഓപ്പണിംഗ് അവർ അജ്മാൻ സെൻറ്റർ, UAE അജ്മാനിലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെൻറ്ററിൻ്റെ ഇനാഗുറേഷൻ 15th 15-ാം തീയതി ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ തിങ്കളാഴ്ച നമുക്ക് തമിഴ്നാട്ടിൽ തുറയൂരിൽ ഒരു സെൻറ്ററിൻ്റെ അങ്ങനെ കുറേ എണ്ണം ഇനാഗുറേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ പറഞ്ഞു നമുക്ക് തന്നെ കുറേ ഇപ്പോൾ GTech ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുമ്പോൾ നമുക്കിതിൽ തന്നെ പല സാധനങ്ങളുണ്ട്. ഒന്ന് നിങ്ങളെല്ലാവരും കണ്ട ആ നീല കളറുള്ള കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, അത് കമ്പ്യൂട്ടർ പഠിപ്പിക്കുന്ന ഒരു ഡിവിഷനാണ്.
അതേപോലെ തന്നെ നമുക്ക് GTech സെൻറ്റർ ഓഫ് എക്സലൻസ് ഉണ്ട്. അത് എല്ലാ ജില്ലയിലും ഓരോന്ന് വീതം ഉണ്ടാവുക. അതിൽ നമ്മൾ ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള കോഴ്സുകളാണ് ഈ GCEയിൽ ഉണ്ടാവുക. ഏറ്റവും പ്രീമിയം കോഴ്സുകൾ, അതായത് ആ GCEയിലുള്ള കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നേരെ ഒരു കമ്പനിയിലേക്ക് ജോലിക്ക് പോവാം. ഏറ്റവും ഇപ്പോൾ ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കോഴ്സുകളാണ് അവിടെ പഠിക്കുന്നത്. അതേപോലെ നമുക്ക് GTechൻ്റെ മറ്റൊരു ഡിവിഷനാണ് GTech കോളേജുകളുണ്ട്. ഡിഗ്രി ഒക്കെ നടത്തുന്ന അതാത് ഏരിയയിലുള്ള യൂണിവേഴ്സിറ്റിയായിട്ട് ടൈപ്പ് ചെയ്തിട്ടുള്ള രീതിയിലേക്കുള്ള ഡിഗ്രി പഠിപ്പിക്കുന്ന GTech കോളേജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് എന്ന് പറയും, GCAS. അത് മറ്റൊരു ഗ്രൂപ്പ് ഒരു ഡിവിഷനാണ്. അതേപോലെ നമുക്ക് GTech ഗ്ലോബൽ ക്യാമ്പസ് ഉണ്ട്. ഇപ്പം നമുക്കറിയാം കുട്ടികളൊക്കെ പുറത്തു പോയി പഠിക്കാനുള്ള ഭയങ്കര ഒരു ആഗ്രഹത്തിലാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ കാനഡ, ഓസ്ട്രേലിയ, UK, യൂറോപ്പിലൊക്കെ പഠിക്കാൻ. അപ്പോൾ അതിന് വേണ്ടി എക്സ്ക്ലൂസീവായിട്ട് നമ്മളൊരു ഡിവിഷൻ ഉണ്ട്, GTech ഗ്ലോബൽ ക്യാമ്പസ്. അത് ലോകം മുഴുവൻ നമ്മളെ സ്വന്തം ക്യാമ്പസ് എന്നുള്ള രീതിയിൽ കരുതുന്ന രീതിയിലൊക്കെ അതിനൊരു ഡിവിഷൻ ഉണ്ട്. അപ്പോൾ ഇത്രയും ഡിവിഷൻസ് ഉണ്ട്. ഇതൊക്കെ ലീഡ് ചെയ്യാൻ അതിൻ്റേതായിട്ടുള്ള ആൾക്കാരുണ്ട്. എല്ലാം നല്ല ഭംഗിയായിട്ട് പോകുന്ന സമയത്ത് എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പൊതുവേ ഒരു വൈബ്രൻസി ഉണ്ടാവും, അല്ലേ? പിന്നെ നമുക്ക് പോസിറ്റീവ്സ് മാത്രമേ ഉള്ളൂ. നമ്മൾ നെഗറ്റീവുകൾ ഒന്നും ചിന്തിക്കാറില്ല, നെഗറ്റീവ് പറയാറില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും നമ്മൾ ഒന്ന് വഴിക്ക് വീണാലും അത് നല്ലതിന് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം എന്തെങ്കിലും ഒരു നല്ലത് അപ്പുറത്തുണ്ടാവും. അതെ. അപ്പോൾ ആ രീതിയിലേക്ക് പോസിറ്റീവായിട്ട് മാത്രമേ അത് ചിന്തിക്കാറുള്ളൂ. ആ ഒരു പോസിറ്റീവ് ചിന്താഗതി തന്നെ നമ്മളെ നെറ്റ്വർക്കിലുള്ള എല്ലാവർക്കും നമ്മൾ മാക്സിമം നമ്മൾ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ നോക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു വർക്കിലുപരിയായിട്ട് നമ്മൾ ഈ പറഞ്ഞ പോസിറ്റീവ് കാഴ്ചപ്പാടുകളും എല്ലാം നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കറക്റ്റ്. എങ്ങനെയാണ് ഇപ്പം ഇത്ര അധികം സ്റ്റാഫുകളുണ്ട്, ഇത്ര അധികം ടീച്ചേഴ്സ് ഉണ്ട്, എങ്ങനെയാണ് അവർ ഹാൻഡിൽ ചെയ്യുന്നത്? കാരണം സാർ ഡയറക്റ്റ് അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പം അതൊരിക്കലും ഒരു ഈസി ടാസ്ക് അല്ല. അപ്പൊ എങ്ങനെയാണ് അവരുമായിട്ട് ഇത്ര അധികം ആളുകളായിട്ട് ടച്ച് ചെയ്യുന്നത്? ഇന്നിപ്പോൾ നമ്മളിവിടെ GTech മഹോത്സവം നടക്കുകയാണ്. ഇവിടെ നമ്മൾ കേരളത്തിലുള്ള എല്ലാ ജില്ലകളിലുമുള്ള ബെസ്റ്റ് എഡ്യൂക്കേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ളവർക്ക് നമ്മൾ അവാർഡ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാ ജില്ലയിലും, ഇപ്പോൾ ഓരോ ജില്ലയിലും നമുക്കൊരു 300 സ്റ്റാഫൊക്കെ ഉണ്ടാവും. ഈ 300 സ്റ്റാഫിന് നമ്മളൊരു പരീക്ഷ നടത്തും. അവർക്കും പരീക്ഷ ഉണ്ട്, 2 തരത്തിലുള്ള പരീക്ഷ ഉണ്ട്. അതായത് GTechൽ പഠിപ്പിക്കണം എന്നുണ്ടെങ്കിൽ they have to become GCT, GTech സർട്ടിഫൈഡ് ട്രെയിനർ ആവണം. നമുക്ക് തന്നെ ഇന്റേണൽ പരീക്ഷ ഉണ്ട്. ആ പരീക്ഷ എഴുതി പാസ്സായി GCT ആയി കഴിഞ്ഞാൽ മാത്രമേ GTechൽ പഠിപ്പിക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഇത് കൂടാതെ എല്ലാ വർഷവും നമ്മൾ ഈ മൊത്തം ട്രെയിനേഴ്സിൻ്റെ ഇടയിൽ ഒരു മത്സരം നടത്തും. അതാണ് ഏറ്റവും നല്ല നോളജ് ഉള്ളത് ആരാന്നൊക്കെ വേണ്ടിയിട്ട് GTech ബെസ്റ്റ് എഡ്യൂക്കേറ്റർ. അത് ഇന്ന് നമ്മൾ ഈ മഹോത്സവം വേദിയിൽ വെച്ച് നമ്മൾ എല്ലാ ജില്ലയിൽ നിന്നുള്ള ബെസ്റ്റ് എഡ്യൂക്കേറ്റർ ഇവിടെ ഉണ്ടാവും. അവർക്ക് നമ്മൾ ആ വലിയൊരു സ്റ്റേജിൽ വെച്ചിട്ട് നമ്മൾ അവരെ ആദരിക്കും. മനസ്സിലായില്ലേ? അതേപോലെ തന്നെ വലിയൊരു അക്കാഡമിക് ടീം, ഒരു ടെക്നിക്കൽ ടീം നമുക്കുണ്ട്. ഇപ്പോൾ പുതിയ വരുന്ന കോഴ്സുകൾ എല്ലാ സെൻറ്ററുകളിലും നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യണ്ടേ? ഫോർ എക്സാമ്പിൾ റോബോട്ടിക്സ്. ഇപ്പോൾ റോബോട്ടിക്സ് നമ്മൾ വന്ന് ഈ റോബോട്ടിക്സിൻ്റെ കോഴ്സ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കോഴ്സ് എല്ലാ സെൻറ്ററിലെയും ട്രെയിനേഴ്സിനെ നമ്മൾ ആദ്യം പഠിപ്പിക്കും. നമ്മൾ പഠിപ്പിച്ച് അതിന് കൃത്യമായിട്ട് കരിക്കുലം ഇറക്കി, കോഴ്സ് മെറ്റീരിയൽ ഇറക്കിയിട്ടാണ് ഈ കോഴ്സ് നമ്മൾ ലോഞ്ച് ചെയ്യുക. മനസ്സിലായില്ലേ? അപ്പോൾ ഈ കോഴ്സ് ലോഞ്ച് ചെയ്യുന്ന സമയത്തൊക്കെ എല്ലാ ജില്ലകളിലുള്ള എല്ലാ നമ്മളെ സ്റ്റേറ്റിലുള്ള നമ്മളെല്ലാ ട്രെയിനേഴ്സും ഈ കോഴ്സ് പഠിച്ചിരിക്കും. എന്നിട്ട് അതിൻ്റെ മേലെ അവർക്കൊരു ടെസ്റ്റ് നടത്തിയിട്ടാണ് അവർ പിന്നെ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി നമുക്കൊരു R&D ടീമുണ്ട്. നമ്മളെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് അക്കാഡമിക് ടീമുണ്ട്. അവരാണ് ഈ പുതിയ കോഴ്സുകളൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന കാര്യങ്ങളും പരിപാടികളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ വളരെ സിസ്റ്റമാറ്റിക് ആണ്. വളരെ സിസ്റ്റമാറ്റിക് ആണ്. സിസ്റ്റമാറ്റിക് അല്ലാതെ ഒരിക്കലും ഇത്ര വലിയൊരു മാസീവ് ക്രൗഡിനെ സ്റ്റുഡൻസിന് നമുക്ക് മാനേജ് ചെയ്യാനേ പറ്റൂല. ഇമ്പോസിബിൾ. ഇപ്പം നമ്മൾ ഈ പറയുന്ന പോലെ നമ്മൾ ഇത്രയധികം വളർച്ച എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി വളരെ വലിയൊരു സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്യുന്നു. അതുപോലെ തന്നെ നമുക്കൊരു വലിയ ടീം നമ്മുടെ കൂടെ നിൽക്കുന്നു. അത് മനസ്സിലാക്കുന്ന സ്റ്റുഡൻസ്, പാരൻസ്, ടീച്ചേഴ്സ് എല്ലാവരുടെയും കൂടെ ഒരു സപ്പോർട്ട് തന്നെയാണ്. പക്ഷേ എന്നിരുന്നാലും എങ്ങനെയാണ് നോ പറയേണ്ടിടത്ത് നോ പറയുന്നത്? കാരണം വലിയ സിസ്റ്റം ഉണ്ടാകുന്നതിനനുസരിച്ച് തന്നെ നമുക്ക് യെസ് പറയുന്നതിൻ്റെയും നോ പറയുന്നതിൻ്റെ ഒക്കെ ഭയങ്കര വലിയൊരു ചാലഞ്ച് തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് നോ പറയുന്നത്? അതായത് ഇത് ഒരു ശരിക്കും പറഞ്ഞാൽ ഈവൻ വളർന്നു വരുന്ന ഒരു എൻ്റർപ്രണർക്കും പിന്നെ അറിയാൻ പറ്റുന്ന ഒരു മെസ്സേജാണത്. കാരണം നമ്മൾ നമുക്കിവിടെ ഒരുപാട് തരത്തിൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ. കാരണം നമ്മൾ ചില കാര്യങ്ങൾ നോ പറയേണ്ടടുത്ത് നമ്മൾ നോ പറയണം. ഈ നോ പറയുന്നത് നമ്മളെ സ്ഥാപനം നന്നാവാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള രീതിയിൽ വേണം നോ പറയാൻ. ഇപ്പം നമുക്കിപ്പോൾ നോ പറയുന്നതിന് 2 രീതിയിൽ പറയാം. ഇപ്പം നോ പറഞ്ഞിട്ട് എന്തിനാണ് ഞാൻ ഈ നോ പറയുന്നത് എന്നുള്ളത് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എളുപ്പമാണ്. ഇപ്പോൾ നമ്മളവിടെ ഒരു ഈഗോൻ്റെ ഒരു ആവശ്യമില്ല. ഇപ്പോൾ ചിലപ്പോൾ നമ്മളൊരു സിസ്റ്റം പിന്നെ മാറുന്ന രീതിയിലേക്ക് ചിലരൊക്കെ എന്നോട് തന്നെ പലതും ചോദിക്കും എന്തെങ്കിലും ഇങ്ങനെ എക്സ്ട്രാ അഡീഷണൽ ആയിട്ടൊക്കെ ചെയ്തു കൊടുക്കാൻ.
അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കും മോനെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞപ്പോൾ ജിടെക് ഒരുപാട് കോഴ്സുകൾ നടത്തുന്നുണ്ട്, ഒരുപാട് കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ ചിലർക്കൊക്കെ പെട്ടെന്ന് ഗൾഫിൽ പോകാനുണ്ട്, എനിക്ക് ഒരു സർട്ടിഫിക്കറ്റ് തരുമോ ഇങ്ങനെയൊക്കെ ചോദിക്കും. ഇതന്നെ ഒരു നോ പറയുന്ന ഒരു സാധനമാണ്. അപ്പം ഞാൻ പറഞ്ഞു കൊടുക്കും, എൻ്റെ സ്വന്തം ഭാര്യ 2 വർഷത്തെ കോഴ്സ് ജിടെക്കിൽ പഠിച്ച ആളാണ്. അവൾ പരീക്ഷ എഴുതിയിട്ടില്ല, അതുകൊണ്ട് അവൾക്ക് ഞാൻ ഇതുവരെ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടില്ല. ഇവളെന്നും എന്നോട് ചോദിക്കും എനിക്ക് സർട്ടിഫിക്കറ്റ് തരുമോ എന്ന്, പക്ഷേ ഞാൻ ഇതുവരെ കൊടുത്തിട്ടില്ല. അത് ഒരു പോളിസിയാണ്, മനസ്സിലായില്ലേ? അപ്പം നമ്മൾ ഏതെങ്കിലും കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മളൊരു പരീക്ഷ നടത്താതെ ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ബാഡ് റിമാർക്ക് നമ്മളെ സ്ഥാപനത്തിന് വരും. ഇപ്പം നാളെ ഇയാളൊരു സ്ഥലത്തൊരു ജോലിക്ക് പോകുന്ന സമയത്ത് അയാൾ അവിടെ കോമ്പറ്റീറ്റീവ് അല്ല എന്നുണ്ടെങ്കിൽ ഏത് സ്ഥാപനത്തിലാണ് പഠിച്ചതെന്നാണ് ചോദിക്കുക. അപ്പം അത് നമ്മളായിരിക്കുമല്ലോ. അപ്പം അങ്ങനത്തെ ഉള്ള രീതിയിലേക്ക് അത് നമ്മൾ എന്തിനാണ് നോ പറയുന്നത് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന് ഒരു സൊല്യൂഷൻ അപ്പം തന്നെ ഉണ്ടാവും. നോ പറയേണ്ടത് നോ തന്നെ പറയണം, യെസ് എന്ന് പറയേണ്ടടുത്ത് നമ്മൾ ഇപ്പം ഞാനൊരു ടീഷർട്ട് തന്നെ അടിച്ചിട്ടുണ്ടായിരുന്നു, യെസ് ജിടെക് എന്ന് പറഞ്ഞിട്ട്. കാരണം എല്ലാത്തിനും യെസ് എന്നേ പറയാൻ പാടില്ല. ആ പോസിറ്റീവ് ഒരു ടീഷർട്ട് അടിച്ചിട്ട് എല്ലാവർക്കും പ്രിന്റ് ചെയ്ത് കൊടുത്തു. നമ്മളെല്ലാം ഇങ്ങനെ ഒരു സൈനും ഉണ്ടായിരുന്നു, അതിൽ ഒരു തമ്പല്ലേ, അതെ, തംസപ്പും കൊടുത്ത് യെസ് ജിടെക് എന്ന് പറഞ്ഞിട്ട് ഒരു ടീഷർട്ട് അടിച്ചിട്ട് എനിക്ക് തോന്നുന്നു ഒരു 4 കൊല്ലം മുന്നേറ്റ എല്ലാവർക്കും കൊടുത്തു. കാരണം നമ്മൾ പോസിറ്റീവാണ്, നമുക്ക് എന്നും ഇതേ പറ്റുള്ളൂ, നമുക്ക് ഇത് പറ്റൂല. പക്ഷെ ഇത് പറ്റുന്ന ചില സാഹചര്യങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ വേണം നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ, അല്ലേ? അപ്പം അങ്ങനെയാണ്. ഇപ്പം എന്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും 2 വശങ്ങളുണ്ടാവും. ഒരു കയറ്റുണ്ടെങ്കിൽ ഒരു ഇറക്കുണ്ടാവും, ഇപ്പോൾ വെള്ളം ഉണ്ടെങ്കിൽ കറുപ്പുണ്ടാവും, ഇങ്ങനെയൊക്കെ പറയില്ലേ? ആകാശം ഉണ്ടെങ്കിൽ ഭൂമി ഉണ്ടാവും. ഇത് രണ്ട് എൻഡാണ്. അപ്പം ഇതേപോലെ അതന്നെ കറക്റ്റ്. അപ്പം നമ്മളത് നല്ല രീതിയിൽ നമ്മളത് പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പം എവിടെയില്ല. പിന്നെ എന്താ പറയുക, ഇപ്പോൾ നമ്മളെ ആറ്റിറ്റ്യൂഡാണ്. അൾട്ടിമേറ്റ്ലി ഒരു സക്സസ്ഫുൾ ഒരു എൻ്റർപ്രണർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ആറ്റിറ്റ്യൂഡ് ഇതിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ബിസിനസ് ക്ലബിൻ്റെ ആ ഒരു ഇതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഒരു 6 പേരെ നമ്മൾ അവിടെ ആദരിച്ചു. ആ 3 പേരെ നമ്മൾ മീറ്റ് ദ ചാമ്പ്യൻ എന്ന് പറഞ്ഞ് കൊണ്ടുവന്നു. 3 പേരെ നമ്മൾ ഈ ഹോണറിങ് ദ ഹീറോ. അവർ സക്സസ്ഫുൾ ആണ്. ഈ സക്സസ്ഫുൾ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ കുറേ പൈസ ഉണ്ടാക്കിക്കൊണ്ട് മാത്രം നമ്മൾ സക്സസ്ഫുൾ ആവണമെന്നില്ല. See, if your turnover increases from 100 crores to 200 crores or 500 crores to 1000 crores, it's not success. അല്ലേ? അത് നമ്മൾ ഗ്രോത്ത് ആണ് ബേസിക്കലി. അപ്പോൾ ഈ ഗ്രോത്തിൻ്റെ കൂടെ നമുക്ക് കൃത്യമായിട്ടുള്ള എത്തിക്സ് ഇതൊക്കെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താവും, നമ്മൾ പ്രോഗ്രസ് ആവും, നമ്മളെ സ്ഥാപനം പ്രോഗ്രസ് ആവും. ഇത് കഴിഞ്ഞിട്ട് നമ്മളെ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് ഇതൊക്കെ വരുന്ന സമയത്താണ് എന്താവുക, നമ്മൾ സക്സസ്ഫുൾ ആവുക. അതായത് ജനങ്ങൾക്ക് നമ്മൾ കൊടുക്കണം. ഇപ്പോൾ ഞാൻ എല്ലാ വർഷവും ചെയ്യുന്ന ഒരു സംഭവം, അത് ഞാൻ എന്നുള്ള രീതി പറയില്ല, ജിടെക് എല്ലാ വർഷവും ചെയ്യുന്ന ഒരു പരിപാടി. നമ്മൾ കഴിഞ്ഞ കൊല്ലം വുമൻസ് ഡേക്ക് സാധാരണ എല്ലാവരും എന്താ ചെയ്യുക, വാട്സപ്പിൽ കുറേ മെസ്സേജ് അയക്കും, ഹാപ്പി വുമൻസ് ഡേ, ഒന്നുകിൽ ഒരു കേക്ക് കട്ട് ചെയ്യിക്കും, അല്ലെങ്കിൽ ഒരു പൂ കൊടുക്കും. ഇതാണ് വുമൻസ് ഡേ. ജിടെക് എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ 14 ജില്ലകളിൽ നിന്ന് 1000 വനിതകളെ നമ്മൾ അഡോപ്റ്റ് ചെയ്തു, ദത്തെടുത്തു. അവർക്ക് ഫ്രീ ആയിട്ട് കോഴ്സ് കൊടുത്തു. ഫ്രീ ആയിട്ട് 1 രൂപയും ചാർജ് ചെയ്യാതെ 1000 പേരെ സെലക്ട് ചെയ്തിട്ട് അവർക്ക് ഫ്രീ ആയിട്ട് കോഴ്സ് കൊടുത്ത് ഈ 1000 ആൾക്കാരും നമ്മൾ ജോലി കൊടുത്തു. വുമൻസ് ഡേൻ്റെ അന്ന് നമ്മൾ ലോഞ്ച് ചെയ്ത് ഏകദേശം ഒരു ഡിസംബർ ആകുമ്പോഴത്തേക്ക് ഒരു 6 മാസത്തെ കോഴ്സ് കൊടുത്ത് ഡിസംബർ ആകുമ്പോഴത്തേക്ക് ഈ 1000 ആൾക്കാർക്ക് നമ്മൾ ജോലി കൊടുത്തു. മനസ്സിലായില്ലേ? ഇത് നമ്മളൊരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റാണ്. കാരണം ഇത്രയും 1.5 ലക്ഷം കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും നമുക്ക് തൃപ്തിയുള്ള ഒരു കാര്യമാണ് ഈ 1000 പേർക്ക് ഫ്രീ ആയിട്ട്. കറക്റ്റ്, മനസ്സിലായില്ലേ? അത് ഞാൻ പറഞ്ഞത് അത് നമ്മൾ സെലക്ട് ചെയ്ത് 18,000 പേര് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ ഇത് അനൗൺസ് ചെയ്ത സമയത്ത് ഒരുപാട് അപ്ലിക്കേഷൻസ് അതിൽ വന്നിട്ടുണ്ട്. കാരണം ഫ്രീ കോഴ്സ് അല്ലേ. 18,000 പേരിൽ നിന്നാണ് നമ്മൾ 1000 ആൾക്കാരെ നമ്മൾ ചൂസ് ചെയ്തത്. ആ 1000 ആൾക്കാർക്ക് കൃത്യമായിട്ടുള്ള ഒരു കോഴ്സ് കൊടുത്ത് അവരെ 1000 കമ്പനികളിൽ തന്നെ നമ്മൾ പ്ലേസ് ചെയ്തു. അപ്പോൾ അത്രയും പ്രാർത്ഥനകളാണ്. കാരണം ഒരാൾക്ക് ഒരു ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ അയാൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും, അയാളെ വീട്ടിലുള്ളവരൊക്കെ തന്നെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ സോഷ്യലി വളരെ വളരെ കമ്മിറ്റഡ് ആണ്. സോഷ്യൽ കമ്മിറ്റ്മെന്റ് മാത്രമല്ല അവർക്കും തോന്നും നാളെ ഇതുപോലെ മറ്റൊരാൾക്ക് വേണ്ടി ചെയ്യാം. തീർച്ചയായിട്ടും അവരെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ദേ ആർ ബിക്കമിങ് അവർ ബ്രാൻഡ് അംബാസഡേഴ്സ്. മനസ്സിലായില്ലേ? ഇപ്പം നമുക്കിപ്പോൾ ഒരു വലിയ 2 കോടി 10 കോടിയൊക്കെ കൊടുത്തിട്ട് ഒരു സിനിമാ നടനെ കൊണ്ട് നമ്മളിത് പറയുന്നേക്കാളും നല്ലത് നമ്മൾ തന്നെ ഇത് ചെയ്ത് കാണിച്ചിട്ട് അവരെന്നെ നമ്മളെ ആൾക്കാരായി മാറുന്ന ഒരു സിസ്റ്റം ഉണ്ടല്ലോ. സോ ഇത് അങ്ങനെയൊക്കെ സോഷ്യലി നമ്മൾ കമ്മിറ്റഡ് ആണ്.
ഈ കേരളത്തിലും അത് ഇന്ത്യയിലൊക്കെ തന്നെ ഈ ഒരു സംഭവം നമ്മളിപ്പോൾ ചെയ്യുന്നുണ്ട്. ചെയ്യുന്നു. ഈ വർഷം 2024 നമ്മൾ 1001 ആക്കി, ഒന്ന് കൂട്ടി. ഇനിയിപ്പോൾ അടുത്ത കൊല്ലം 1002 ആക്കും. എല്ലാ കൊല്ലം ഇങ്ങനെ ചെയ്യാനാണ് വിചാരിക്കുന്നത്. അപ്പം അത്രയും വീടുകളിലേക്ക് നമ്മൾ സന്തോഷം അല്ലെങ്കിൽ ഒരു പ്രകാശം നമ്മൾ കൊണ്ടുവരാണ്. നമ്മളൊരു ആവശ്യം അത് തന്നെയാണ്. തീർച്ചയായിട്ടും. ഇപ്പം നമ്മളിപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റിനെ കുറിച്ച് സംസാരിച്ചു. നമ്മൾ ഈ ഒരു ക്വാളിറ്റി ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് എഡ്യൂക്കേഷൻ, നമ്മുടെ പ്രോഡക്റ്റ് എഡ്യൂക്കേഷനാണ്, അപ്പം ക്വാളിറ്റിയിൽ കൊടുക്കണം എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു. ഒരു ഓൺട്രപ്രണറിനെ സംബന്ധിച്ച് എന്തൊക്കെയാണ് ആളുടെ ഒരു ബിസിനസ്സിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? ഞാനിപ്പോൾ പറയുകയാണെങ്കിൽ സക്സസിനെ എങ്ങനെ അവർ ഹാൻഡിൽ ചെയ്യണം, ഫെയിലിയറിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ടേൺ ഓവറിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അല്ലെങ്കിൽ ലക്ഷ്യം എങ്ങനെ വെക്കണം. പ്രോഡക്റ്റ് എന്തോ ആവാം. ഇപ്പം ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഡെഫിനറ്റ്ലി ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിലാണ് നമ്മളൊരു ബിസിനസ്സിനെ കാണുന്നത്. അതിനൊരു പാഷനാണ്. അപ്പം എങ്ങനെയാണ് ഒരു പുതിയ വരുന്ന ഓൺട്രപ്രണേഴ്സിന്, പുതിയ വരുന്ന എൻ്റർപ്രണേഴ്സിന് ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം ഇല്ലാത്തൊരു കാര്യം ക്ഷമയാണ്. അവർക്ക് ഇന്ന് ഒരു ബിസിനസ് തുടങ്ങി നാളെ തന്നെ സക്കർബർഗോ അല്ലെങ്കിൽ അംബാനിയോ ഒക്കെ ആവണം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് കൂടുതൽ ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം എല്ലാവരും വരുന്നത്. കാരണം അവർ പുറത്തിറങ്ങുമ്പോൾ തന്നെ കാണുന്ന ആ വലിയ വലിയ റിച്ച് ആൾക്കാർ വലിയ വലിയ കാറിൽ പോകുന്നു. അപ്പോൾ അവർക്കും അങ്ങനെ ആവണം എന്നുള്ള തിക്കും തിരക്കുമാണ്. അതൊരിക്കലും പാടില്ല. നമ്മൾ എന്തിലേക്ക് വന്നാലും അതിന് അതിൻ്റേതായിട്ടുള്ള ഒരു സമയമുണ്ട്. മനസ്സിലായി? ഇപ്പം ഞാനൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങി നമ്മൾ ഇത്രയും വർഷങ്ങൾ ഇങ്ങനെ സമയമെടുത്തിട്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു ലെവലിലേക്ക് ബൈ ദ ഗ്രേസ് ഓഫ് ഓൾമൈറ്റി വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള ഒരു സമയം എന്തായാലും എടുക്കും. എന്ത് വെഞ്ചർ, വെദർ ഇറ്റ് ഈസ് എ വെരി സ്മോൾ ബിസിനസ് ആണെങ്കിലും ലാർജ് ബിസിനസ് ആണെങ്കിലും അതിനൊരു സമയം എന്തായാലും വേണം. ഇപ്പം ഞാനിപ്പോൾ പുതിയ യങ്സ്റ്റേഴ്സിനൊക്കെ പൊതുവേ ഞാൻ ഇങ്ങനെ സംസാരിക്കാറുണ്ട്. അവർക്ക് ഞാൻ പറഞ്ഞ ഇന്ന് ബിസിനസ് തുടങ്ങി നാളെ തന്നെ അമേരിക്കയിൽ നിന്ന് ഒരു കമ്പനി വന്ന് ഒരു 10 മില്യൺ അതിന് എടുക്കണം, ഇങ്ങനെയൊക്കെ ആലോചിച്ചിട്ടൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണത്. അപ്പോൾ അതിനൊക്കെ അതിൻ്റേതായിട്ടൊരു സമയം, ഒരു 3 years 4 years ഒക്കെ എന്തായാലും മിനിമം എന്ത് സ്ഥാപനം നമ്മൾ ചെറുതായാലും വലുതായാലും അതിനുള്ളൊരു സമയം നമ്മൾ എന്തായാലും കണ്ടെത്തണം, കൊടുക്കണം. എന്ത് സ്ഥാനം നമ്മൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇന്ന് തുടങ്ങി ചിലപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ നാളെ തന്നെ ക്ലിക്കാവും, പക്ഷേ ചിലപ്പോൾ കുറച്ച് സമയം എടുക്കും. മനസ്സിലായില്ലേ? ഇപ്പോൾ പലരും ബിസിനസ് തുടങ്ങിയിട്ട് നമ്മൾ ഒരു 6 മാസമൊക്കെ ആകുമ്പോൾ തന്നെ ഭയങ്കര പ്രയാസം ബുദ്ധിമുട്ടൊക്കെ ആവും. അതൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണ്. ഇപ്പോൾ എനിക്ക് തന്നെ ഓർമ്മയുണ്ട്. ഇപ്പോൾ ഞാൻ ഇന്നലെയും കൂടി അത് ആരെടുത്തോ പറഞ്ഞതേ ഉള്ളൂ. കാരണം പണ്ടൊക്കെ, അതായത് ഒരു 10-25 വർഷം മുന്നേയൊക്കെ നമ്മൾ രാവിലെ ഒരു 10 മണിയാകുമ്പോൾ ബാങ്കിൽ ഏതൊക്കെ ചെക്ക് വരും എന്നൊക്കെയുള്ള ടെൻഷനാണ്. കാരണം കുറേ പരസ്യങ്ങൾ കൊടുത്തിട്ടുണ്ടാവും, കുറേ അതും ഇതൊക്കെ ചെയ്തിട്ടുണ്ടാവും. ഡേറ്റ് ആകുമ്പോൾ ശമ്പളത്തിൻ്റെ വരും. ഇതെല്ലാം നമ്മൾ, കാരണം ശമ്പളം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അത് ആ ലെവലിൽ കൊടുക്കണ്ടേ. കാരണം ഒരുപാട് ആൾക്കാർ നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളതല്ല. അപ്പോൾ ഇതിനൊക്കെ വലിയ ടെൻഷനാണ് സ്വാഭാവികമായിട്ടുണ്ടാവും. കാരണം ബിസിനസ് എന്ന് പറയുന്നത് തന്നെ ശരിക്കും അങ്ങനെ ഒരു റിസ്ക് എടുക്കാൻ കപ്പാസിറ്റി ഉള്ള ആൾക്കാരുടെ ഒരു കൂട്ടാണ്. മനസ്സിലായില്ലേ? ഇവനെ ഒരു എൻ്റർപ്രണർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെറും ലാഭം മാത്രമല്ല. എൻ്റർപ്രണറിൻ്റെ അർത്ഥം തന്നെ അതാണ്, എ പേഴ്സൺ ഹൂ ഈസ് റെഡി ടു ടേക്ക് റിസ്ക്. അതായത് ലോസ് മുന്നിൽ കണ്ടുകൊണ്ട് ലാഭത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണ് എൻ്റർപ്രണർ എന്ന് പറയുന്നത്. അതന്നെ കറക്റ്റ്. അപ്പോൾ ഇത് നമ്മൾ മുന്നിൽ എപ്പോഴും കാണണം. ഇതിപ്പോൾ നമ്മളൊരു ബിസിനസ് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറും ലാഭം മാത്രമേ കിട്ടൂ, അങ്ങനെ എല്ലാവരും ബിസിനസ് ചെയ്യൂലേ? ആരെങ്കിലും എന്തെങ്കിലും ജോലിക്ക് പോവോ? നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ നമുക്ക് കുറച്ചൊരു ബ്രീത്തിങ് ടൈം എന്ന് പറയും. ആ ടൈം നമ്മൾ അതിന് അവർക്ക് ഒരു എന്താ പറയുക ക്ഷമ ഉണ്ടാവണം. 2 കൊല്ലം 3 കൊല്ലം നല്ല രീതിയിൽ ഓടിക്കാനുള്ള ക്ഷമ ഉണ്ടാവണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത്തെ ഞാൻ പറഞ്ഞത്, നമ്മൾ കാൽക്കുലേറ്റീവ് റിസ്കുകൾ ചില സമയത്ത് നമ്മൾ എടുക്കേണ്ടി വരും. ചില ഡിസിഷൻസ് ഒക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൂന്നാമത്തെ നമ്മളെ ആറ്റിറ്റ്യൂഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് അൺലെസ് ആൻഡ് അണ്ടിൽ യു ഡോണ്ട് ഹാവ് എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഒരു സാധനം ഈ കാലത്തിൽ നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. നാലാമത്തെ നമുക്ക് നല്ല പബ്ലിക് റിലേഷൻ. കാരണം നമ്മളെ ഫേസ് ആയിരിക്കണം നമ്മളെ സ്ഥാപനം എന്ന് പറയുന്നത്. അത് നമ്മൾ ദേഷ്യം പിടിച്ച് അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി സ്റ്റാഫ് ഉണ്ടെന്ന് വിചാരിച്ച് അവരുടെ അടുത്ത് അതൊന്നും അതിൻ്റെ ഒരു ഇതല്ല. അപ്പം നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ പറയാം. മനസ്സിലായില്ലേ? ഇപ്പോൾ എല്ലാ സമയത്തും അതൊക്കെ ഉണ്ടാവും. ഇപ്പോൾ വലിയ സ്ഥാപനമാവുന്ന സമയത്ത് ഇപ്പോൾ ഇന്ന് ബിസിനസ് ചെയ്യുന്ന എല്ലാവർക്കും അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. ഇപ്പോൾ അംബാനി ആവട്ടെ അദാനി ആവട്ടെ അവർക്ക് വലിയ പ്രശ്നങ്ങളായിരിക്കും. ചെറിയ ബിസിനസ് ചെയ്യണം, ചെറിയ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവും. ഇപ്പം ആ പ്രശ്നങ്ങൾ നമ്മൾ എങ്ങനെ അഭിമുഖീകരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ദേഷ്യം പിടിക്കുക, ഇതൊന്നും അതിൻ്റെ ഒരു ശരിക്കുള്ള രീതിയല്ല. അതുകൊണ്ട് നമുക്ക് ഒന്നും കിട്ടാനില്ലല്ലോ. അപ്പോൾ നമുക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നമ്മളതായിട്ടുള്ള സമയം എടുത്തിട്ട് നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. നമ്മൾ ആറ്റിറ്റ്യൂഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അൺലെസ് ആൻഡ് അൺടിൽ യു ഡോണ്ട് ഹാവ് എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് അത് ഗ്രോ ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നല്ല പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രോ, കാരണം നമ്മളെ ഒരു PR ഉണ്ടല്ലോ, നമ്മളെ സംസാരം, നമ്മളെ മുഖം, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്.
ഒരു ബിസിനസ് ഇപ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് എടുക്കുക. അപ്പോൾ നമ്മൾ അതിൻ്റെ മെയിൻ ക്യാഷ് കൗണ്ടറിൽ ഒരു വല്ലാത്ത മുഖമായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ വരുന്ന ആൾക്കാർക്കൊക്കെ ഒരു പ്രയാസമല്ല ഉണ്ടാവുക. ഞാനിപ്പോൾ എൻ്റെ ഓഫീസിലൊക്കെ തന്നെ പറയും, നമ്മളെ വരുന്ന സമയത്ത് നമ്മളെ ആൾക്കാരെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത്, നമ്മളൊരു ഫോൺ ചെയ്യണ സമയത്ത് നമ്മളെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം, ഇതൊക്കെ അതിൽ ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ ഞാനൊന്നും എനിക്ക് ഒരു കോളും മിസ്സാവില്ല. കാരണം മീറ്റിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഫോൺ ഞാനത് നമ്മളെ സെക്രട്ടറിയിലേക്ക് ട്രാൻസ്ഫർ ആവും. അപ്പോൾ അവർ മെസ്സേജ് അയക്കും ഇന്ന ആൾ വിളിച്ചിട്ടുണ്ട് എന്നുള്ള, എന്നിട്ട് ഞാൻ എൻ്റെ മീറ്റിംഗ് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വിളിക്കും. അപ്പോൾ ഇതൊക്കെ നമ്മളുടെ ഒരു റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്തിട്ടുള്ള ഇന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിസിനസ് എന്ന് പറയുന്നത് എന്ത് ബിസിനസ് ആവട്ടെ, ദാറ്റ് ഈസ് പ്യുവർലി ബേസ്ഡ് ഓൺ യുവർ റിലേഷൻഷിപ്പ്. അല്ലാതെ ഇപ്പോൾ എൻ്റെ അടുത്ത് കുറേ പൈസ ഉണ്ട്, ഞാൻ ഭയങ്കര അഹന്തയൊക്കെ ആയിട്ട് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടുമോറോ യു വിൽ ബി ഇൻ ട്രബിൾ 100%. ഒരു സംശയവുമില്ല. നമ്മളെ റിലേഷൻഷിപ്പ്, നമ്മളെ ആറ്റിറ്റ്യൂഡ്, ഇതൊക്കെ തന്നെ ബിസിനസ്സിന് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ശരിക്കും എനിക്ക് തോന്നുന്നു ഈ വീഡിയോ കാണുന്ന പുതിയ ഓണ്ടർപ്രണേഴ്സിന് ഭയങ്കര സന്തോഷമായിരിക്കും. ഒന്നാമത്തത് ഫെയിലിയർ എന്ന് പറയുന്നത് സാധാരണമാണ്, അത് ഉണ്ടാവണം എന്ന് പറയുമ്പം. കാരണം അല്ലെങ്കിൽ അവർക്ക് മാത്രം എന്തുകൊണ്ട് ഇങ്ങനെ എന്നൊരു ചോദ്യത്തിൽ നിൽക്കുന്ന പല ആളുകളും ഉണ്ടാവും. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ പറയുന്ന നമ്മളുടെ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ബിഹേവിയർ എന്ന് പറയുന്നതിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ടെന്നുള്ളത്. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ഒരു ബ്രാൻഡ് എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ്. എന്നിരുന്നാൽ പോലും ബ്രാൻഡ് ബിൽഡിംഗ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ചെറിയ കാര്യമല്ല. അതിന് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. നമുക്ക് ഈ പറഞ്ഞ പോലെ പണ്ട് നമ്മൾ റേഡിയോയിൽ നിന്നും പേപ്പർ അങ്ങനെയൊക്കെ തുടങ്ങി ഇപ്പം സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നു. എന്തൊക്കെയാണെങ്കിലും ഒരു അഡ്വർടൈസ്മെന്റ് മെത്തേഡ് വാട്ടെവർ ഏതാണെങ്കിൽ പോലും നമ്മളുടെ ഒരു ബ്രാൻഡ് ബിൽഡിംഗ്, കാരണം ജിടെക് എന്നേ പറയൂ. ഇപ്പം നമ്മൾ ഉജാല എന്നൊക്കെ പറയുന്നത് പോലെ ജിടെക് എന്നേ പറയൂ. അതിലുണ്ട് എന്താണ് അവിടുത്തെ ആ ഒരു ബിസിനസ്, അല്ലെങ്കിൽ എന്താണ് അവർ നടത്തുന്നത്, ജിടെക്കിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത് എന്നുള്ളത് കറക്റ്റായിട്ട് അതിലുണ്ട്. അപ്പം എങ്ങനെയാണ് ജിടെക് കമ്പ്യൂട്ടർ സെന്റർ എന്നൊന്നും അല്ലാതെ ജിടെക് എന്നുള്ള ഒറ്റ വേർഡിലൂടെ ബ്രാൻഡിനെ കൊണ്ടുവരാനായിട്ട് സാധിച്ചത്? അത് ഒരുപാട് വർഷത്തെ എഫേർട്ടാണ്. ഞാൻ പറഞ്ഞ ഒരു ദിവസത്തിലോ 2 ദിവസം, ഞാൻ പറഞ്ഞ ഇപ്പോൾ ലാസ്റ്റ് 30 years ഐ ബീൻ ട്രാവലിംഗ് എ ലോട്ട്, മീറ്റിംഗ് പീപ്പിൾ. ഇത് ഒരു ദിവസം കൊണ്ട് ഉണ്ടാവുന്നതല്ല. അഡ്വർടൈസ്മെൻറ്റ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് നമുക്ക് കോടികൾ ചിലവാക്കിയിട്ട് ടി വിയിൽ അഡ്വർടൈസ്മെൻ്റ് ഒക്കെ ചെയ്തിട്ട് വലിയ ഫെയിലിയർ ആയിട്ടുള്ള എത്രയോ സ്ഥാപനങ്ങളുണ്ട്. ഞാൻ പേരൊന്നും പറയുന്നില്ല. എത്ര സ്ഥാപനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം അങ്ങനെ ഒരു അഡ്വർടൈസ് ചെയ്തതുകൊണ്ടൊന്നും നമ്മളൊരു വലിയ ബ്രാൻഡ് ആവണമെന്നോ നമ്മൾ സക്സസ്ഫുൾ ആവണോ അങ്ങനെയൊന്നുമില്ല. കാരണം ഞാൻ പറയുന്നത് ഒന്ന് നമ്മളെ ആറ്റിറ്റ്യൂഡ് തന്നെ, അതിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റാണ്. പിന്നെ നമുക്കൊരു വിഷൻ ഉണ്ടാവണം. ഞാൻ എവിടെ എത്തണം എന്നുള്ളൊരു വിഷൻ എനിക്ക് ആദ്യം മുതലേ ഉണ്ടായിരുന്നു. കാരണം ഇപ്പോൾ നമ്മൾ ജിടെക് എന്നുള്ള പേര് വെച്ചതൊക്കെ തന്നെ അങ്ങനെയാണ്. നമ്മളൊരു ഗ്ലോബൽ കോൺസെപ്റ്റിലാണ് ഈ പേര് തന്നെ കൊണ്ടുവന്നിട്ടുള്ളത്. ജി എന്ന് വെച്ചാൽ ഗ്രൂപ്പ് ഓഫ് ടെക്നോളജിസ്റ്റ്, അതാണ് ജിടെക് എന്ന് പറയുന്നത്. അതായത് ടെക്നോളജിസ്റ്റുകളുടെ ഒരു കൂട്ടായ്മ. അതായത് ടെക്നോളജി കാലഘട്ടം വരാൻ പോകുന്നുണ്ട്, അതിൻ്റെ ഒരു വലിയ കൂട്ടായ്മ എന്നുള്ള രീതിയിലേക്കാണ് ജിടെക് എന്നുള്ള പേര് തന്നെ അന്ന് ഇട്ടിട്ടുള്ളത്. അന്ന് നമ്മളുടെ മോട്ടോ, ഇപ്പോൾ നമ്മളെ കമ്പനിക്ക് ഒരു മോട്ടോ ഉണ്ടാവുമല്ലോ, മോട്ടോ നമ്മളിട്ടത് മേക്കിംഗ് പ്രൊഫഷണൽസ് ഗ്ലോബലി എന്നായിരുന്നു. ഏത് ഈ പറഞ്ഞ എത്രയും 20 അന്ന് തന്നെ ആ ഒരു ഗ്ലോബൽ ലെവലിലാണ് നമ്മളെല്ലാം ചിന്തിച്ചിട്ടുള്ളത്. അതൊരു കോഴിക്കോട് മാത്രം, അല്ലെങ്കിൽ കേരളത്തിൽ മാത്രം, ഇന്ത്യയിൽ മാത്രം ഒതുങ്ങി നിൽക്കണം എന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ടേ തുടങ്ങിയിട്ടുള്ള കാര്യമല്ല. ലോകം മുഴുവൻ അത് നമ്മൾ സ്പ്രെഡ് ചെയ്യണം, നമ്മളെ ഈ ഒരു ബ്രാൻഡ് എത്തണം എന്നുള്ള രീതിയിൽ നല്ല എഫേർട്ട് അതിനെടുത്തിട്ടുണ്ട്. ആ എഫേർട്ട് ഞാൻ പറഞ്ഞത്, അപ്പോൾ ഇന്നലെ രാത്രി ഞാൻ കാലിക്കറ്റിൽ നിന്ന് ഞാൻ തന്നെ ഡ്രൈവ് ചെയ്തിട്ടാണ് കൊച്ചിയിലേക്ക് വന്നത്. അപ്പോൾ നമ്മളിങ്ങനെ കുറച്ചിങ്ങനെ ബാക്കോട്ടേക്ക് റിവൈൻഡ് ചെയ്ത് പോയി. എത്ര യാത്രകൾ! കാരണം ഈ കേരളത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും നമ്മൾ പോയിട്ട് ഈ പുതിയ സെൻറ്ററുകൾ, സ്ഥാപനങ്ങൾ തുടങ്ങാനും കൊണ്ടുവരാനും അവിടെ ആ രീതിയിലൊക്കെ ആക്കി കൊണ്ടുവരാനും ഒക്കെ ഉള്ള നമ്മളെ യാത്രകൾ. അപ്പോൾ പണ്ട് ഞാൻ പറഞ്ഞ ഒരു 10 വർഷം മുന്നൊക്കെ ഇത് ഇങ്ങനെ ഒരു റെഗുലർ നമ്മളൊരു റോഡായിരുന്നത് കോഴിക്കോട് കൊച്ചി എന്ന് പറയുന്നത്. കാരണം കൊച്ചി ബീയിങ് ദ ഹബ് ഓഫ് കേരള, നമ്മളൊരുവിധം വലിയ മീറ്റിംഗ്, വലിയ പരിപാടികളൊക്കെ ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ പൊതുവേ നടത്താറുള്ളത്. അപ്പോൾ ഇന്നലെ വരുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ കുറച്ചൊന്ന് ബാക്കോട്ട് റിവൈൻഡ് ആയിപ്പോയി. ഇത്രയും വർഷങ്ങളായിട്ട് അത്രയും ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് നോട്ട് ഈസി, ഹോണസ്റ്റ്ലി ഐ എം ടെല്ലിങ് യു സെറ്റിംഗ് അപ്പ് in different countries, different places with different standards, different rules. ഇതൊന്നും എളുപ്പമല്ല. അപ്പോൾ നമ്മൾ ഇവിടെ അതേ നിയമമല്ല സിംഗപ്പൂരിലുള്ള നിയമമല്ല ദുബായിലുള്ളത്. ഓരോ സ്ഥലത്തും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഓരോ സ്ഥലത്ത് പോയിട്ട് അവിടുത്തെ മിനിസ്ട്രീൻ്റെ അപ്രൂവൽ എടുത്തിട്ട് ഇങ്ങനെ ഒരു ട്രെയിനിങ് സെൻറ്റർ അവിടെ നടത്തുക എന്ന് പറയുന്നത് അതിൻ്റേതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ അജ്മാൻ സെൻറ്റർ ഈ 15-ാം തീയതി ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. 4 മാസമായിട്ട് ഇതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ഡെവലപ്പ് ചെയ്തിട്ട് ഇരിക്കുകയാണ്, വാടകയും കൊടുത്തിട്ട്, മനസ്സിലായോ, റെൻറ്റും കൊടുത്തിട്ട്
ഇവരെ ഈ പിന്നെ മിനിസ്ട്രിയിൽ നിന്ന് ഇൻസ്പെക്ടേഴ്സ് വന്നിട്ട് എന്താ പറയുക ഇൻസ്പെക്ഷൻ ചെയ്യണം. അപ്പോൾ അത് ഭയങ്കര റിസ്ക്കാണ്, ഇറ്റ്സ് നോട്ട് ഈസി. അപ്പോൾ അതൊക്കെ നമ്മൾ അതിന് തയ്യാറായിട്ടിരിക്കണം. അത് നിർബന്ധം മസ്റ്റാണ്. ഇപ്പോൾ നമ്മളെ നാട്ടിൽ ഇവിടെ ഇപ്പോൾ നമുക്ക് കേരളത്തിൽ തൃശ്ശൂരോ എറണാകുളത്തോ കോട്ടയത്തോ ഒരു സെൻറ്റർ തുടങ്ങുന്നുണ്ട്, സ്ഥലം എടുത്ത് ബിൽഡിംഗ് എടുത്ത് അവിടെ കമ്പ്യൂട്ടർ വെച്ച് ഇൻറ്റീരിയർ ചെയ്ത ഇതായി. നേരെ മറിച്ച് പുറത്തുനിന്ന് അങ്ങനെയല്ല. പുറത്ത് നമുക്കൊരു സ്ഥാപനം തുടങ്ങുന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള പോളിസീസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിൻ്റേതായിട്ടുള്ള സമയമെടുക്കും. അപ്പോൾ സമയമെടുത്ത് നമ്മൾ ചെയ്താലേ അത് നടക്കുകയുള്ളൂ. അപ്പോൾ ഓരോ കൺട്രിയിലും ഡിഫറെൻ്റ് ആണ്. ഇതിനൊക്കെ നല്ല ക്ഷമ നമുക്ക് ആവശ്യമുണ്ട്. ഇതൊക്കെ ഞാൻ പറഞ്ഞ കൃത്യമായിട്ട് നമുക്കൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് നല്ല രീതിയിൽ മുമ്പോട്ടേക്ക് പോകാൻ വേണ്ടി പറ്റുകയുള്ളൂ. ഞാൻ പറഞ്ഞപ്പോൾ നമ്മൾ ഇത്രയും വർഷങ്ങളായിട്ട് ഇങ്ങനെ ലോകം മുഴുവൻ ഓടി നടന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യാണ്. ഇനിയിപ്പോൾ അടുത്ത ജനറേഷനൊക്കെ ഇപ്പോൾ എൻ്റെ മകനൊക്കെ ഇപ്പോൾ ഇതിലേക്ക് സ്ലോലി വരുന്നുണ്ട്. ഈ ജസ്റ്റ് കംപ്ലീറ്റഡ് ഈസ് BTech കമ്പ്യൂട്ടർ സയൻസ്. അപ്പോൾ നല്ല സ്ലോലി കഴിഞ്ഞ ഒരു 6 മാസമായിട്ട് എൻ്റെ കൂടെ ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ പുതിയ തലമുറയ്ക്ക് എപ്പോഴും പുതിയ കാഴ്ചപ്പാടുകളൊക്കെ ഉണ്ടാവും, നല്ലതാണ്. പക്ഷെ ഞാനും അവൻ്റെ അടുത്തും പറഞ്ഞു കൊടുക്കുന്നതാണ് മെല്ലെ കാര്യങ്ങൾ നോക്കിയിട്ട് ചെയ്യാം. നമ്മൾ ഭയങ്കര സ്പീഡിൽ പോയി കഴിഞ്ഞാൽ അതും തകരാറാണ്. സ്വാഭാവികമായിട്ടും കുറച്ച് സ്പീഡ് കൂടും, കാരണം ഞാൻ കുറച്ച് അസൈൻമെൻറ്റ്സ് ഒക്കെ അവന് കൊടുത്തിട്ടുണ്ട്. ഹീസ് ഡൂയിങ് ഗുഡ്. അടുത്ത ഇപ്പോൾ MTech പോകുന്നുണ്ട്. പക്ഷെ എന്നാലും ഓൾറെഡി നമ്മളെ ഒരു ഇതിലേക്ക് ആക്ടിവിറ്റിയിലേക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ഈ ന്യൂജൻ കുട്ടികളുടെ അടുത്ത് ഇല്ലാത്തൊരു സാധനം ഈ ക്ഷമയാണ്. തീരെ ഇല്ല, അത് മനസ്സിലായില്ല. അതൊരു വലിയ ഇമ്പോർട്ടൻറ്റ് ഘടകം. ക്ഷമ ഇല്ല. അപ്പോൾ അവരുടെ അടുത്ത് കുറച്ച് സമയം എവിടെയെങ്കിലും ഒന്ന് ഇരിക്കാൻ വേണ്ടി പറഞ്ഞാൽ അവർക്ക് ഇരിക്കാൻ പറ്റൂല. ഒരിക്കലും പറ്റൂല. എന്തെങ്കിലും ഓൾമോസ്റ്റ് എല്ലാവരും അങ്ങനെയാണ് ഇരിക്കാൻ പറ്റൂല. അത് പുതിയ ജനറേഷൻ്റെ വലിയൊരു വ്യത്യാസമാണ്. അത് എന്തെങ്കിലും ഒരു ബുക്കൊക്കെ കൊടുത്തിട്ട് അത് വളരെ ചെറിയ പെർസെൻറ്റേജ് അങ്ങനെയൊക്കെ ഉണ്ടാവുകയുള്ളൂ. കൂടുതൽ ആൾക്കാർക്കും അവർ അങ്ങനെ ഒരു വലിയ ഫോക്കസ്ഡ് ഒന്നും അല്ല. മനസ്സിലായി. അവർക്ക് ഇങ്ങനെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകണം, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെയാണ്. എന്തായാലും എല്ലാം നല്ലതിനാവട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത്. കാരണം എന്ന് വെച്ചാൽ GTechന്റെ ഇതുവരെയുള്ള വളർച്ച നമ്മൾ എല്ലാവരും കണ്ടതാണ്. ഇനി നെക്സ്റ്റ് എന്ത് എന്നുള്ളൊരു ചോദ്യം. കാരണം എന്ന് വെച്ചാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലെയുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വരെ കുട്ടികളെ വളരെ ക്വാളിറ്റിയോടുകൂടെ പഠിപ്പിക്കുക എന്നുള്ള രീതിയിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പം ഇനി എന്ത് GTech എന്നുള്ളത് ശരിക്കും നോക്കുന്നത് തന്നെയാണ്. കാരണം 26 ലക്ഷം കുട്ടികൾ എന്ന് പറയുമ്പം അതൊരു വലിയ ഞാൻ പറഞ്ഞ 26 ലക്ഷം കുട്ടികൾ നമ്മളെ ബ്രാൻഡ് അംബാസിഡേഴ്സ് ആണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള ഒരു ഏഡ് എന്ന് പറയില്ലേ, ഒരു പേജ് എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മളെ സ്റ്റുഡൻസ് ആണ്. കാരണം ഞാൻ ഒരുപാട് യാത്ര ചെയ്യുന്ന ആളാണ്. എവിടെ പോകുന്ന സമയത്തും നമ്മളെ കാണുന്ന സമയത്ത് അവർക്ക് നമ്മളെ കാണുമ്പോഴുള്ള സന്തോഷം ഇതൊക്കെ എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമ്മൾ ഒരു വലിയ വലിയ സ്ഥാപനങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് അവരവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, നമ്മളെ കുട്ടികളാണ് അവിടെ ജോലി ചെയ്യുന്നത് മാനേജറായിട്ട് എന്നൊക്കെ പറയുമ്പോൾ ഇതിനേക്കാളും വലിയ സന്തോഷം വേറെ ഇല്ല. കാരണം ഞാൻ ഒന്നാമത് ട്രാവൽ ചെയ്യുന്നതുകൊണ്ടേ, ഇപ്പം നിങ്ങൾ ഇപ്പോൾ ഒരു UAE-ലോ കുവൈത്തിലോ ഖത്തറിലോ ബഹ്റൈനിലോ ഒമാനിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ നല്ലൊരു എന്താ പറയുക പിന്നെ വലിയൊരു കമ്പനിയിൽ അതിൻ്റെ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ഒക്കെ നോക്കുന്നത് നമ്മളെ സ്റ്റുഡൻ്റ് ആയിരിക്കാം, അവിടെ ഡിസൈനിങ് ചെയ്യുന്നത് നമ്മളെ സ്റ്റുഡൻ്റ് ആയിരിക്കാം, അവിടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്നത് നമ്മളെ സ്റ്റുഡൻ്റ് ആയിരിക്കാം. എന്നെ സംബന്ധിച്ചോളം ആസ് എ ഹ്യൂമൻ ബീയിങ്, ആസ് എ ഓണർ ഓഫ് ദിസ് കമ്പനി, ഏറ്റവും വലിയ സന്തോഷം അതാണ്. നമ്മളെ കുട്ടികൾ നമ്മൾ വിചാരിച്ച രീതിയിലൊക്കെ ഇങ്ങനെ വലിയ വലിയ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട് എന്നുള്ളത് എന്നും എൻ്റെ സന്തോഷം. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ ഓൾമോസ്റ്റ് 39,000 സ്റ്റുഡൻസാണ് നമ്മളിലൂടെ ജോലി കിട്ടിയത്. 39,000 GTechന് നമുക്കൊരു പ്ലേസ്മെന്റ് സെല്ലുണ്ട്. അതൊരു ഫ്രീ സർവീസാണ്. കാരണം നമ്മളെ കുട്ടികളാണ് നമ്മളെ ബ്രാൻഡ് അംബാസഡേഴ്സ്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫ്രീ സർവീസ് ചെയ്യുന്നതാണ്. അതിൽ തന്നെ 39 വലിയൊരു ബുക്കാണ്. ഇത്രയും അട്ടിയുള്ള ബുക്ക് മുഴുവൻ കുട്ടികളെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുള്ള ഒരു പ്ലേസ്മെന്റ് ആൽബം 2023-ലത്തത്. അത് ഭയങ്കര സന്തോഷം. ആ ബുക്ക് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷം. തീർച്ചയായും അത് പറയുമ്പോഴും അങ്ങനെ തന്നെയാണ്. കാരണം നമുക്ക് ഏറ്റവും അഭിമാനമുള്ളതാണ്. ഇപ്പൊ എൻ്റെ മക്കൾ കുട്ടികൾ തന്നെ പറയും പപ്പക്ക് എപ്പോഴും GTech അതാവുമ്പോൾ സന്തോഷം എന്ന് പറയും. തീർച്ചയായിട്ടും നമ്മളൊരു ടീമിൻ്റെ വലിയൊരു സക്സസ് ആണല്ലോ അത്. ഇപ്പം ഞാനെന്തോ ചെയ്തിട്ട് അത് എൻ്റെ കൂടെയുള്ള ടീമും കൂടെ അത് ഏറ്റുപിടിച്ച് ചെയ്യുന്നത് കൊണ്ടാണ് ആ രീതിയിലേക്കുള്ള റിസൾട്ട് വരുന്നത്. അപ്പം നമ്മളെ ബ്രാൻഡ് അംബാസഡേഴ്സ് എന്നും നമ്മളെ കുട്ടികൾ തന്നെയാണ്. ശരിക്കും നമ്മൾ ഇത്ര നേരം പറഞ്ഞതിലും അത് തന്നെയാണ്. ഇത്രയധികം നമ്മൾ ഈ പറയുന്ന പോലെ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ നമ്മളെ തന്നെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പണത്തിലുപരിയായിട്ട് നമ്മളുടെ പാഷൻ, നമ്മളുടെ അധ്വാനം, നമ്മളുടെ ഈ പറയുന്ന പോലെ പല ടൈമും കൂടുതലായിട്ട് നമ്മൾ GTechന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലഘട്ടത്തിൽ ബിസിനസ് ചെയ്യുന്ന ഏതൊരാൾക്കും കണ്ട് പഠിക്കാവുന്നൊരു കാര്യം കൂടിയാണ്. കാരണം നമ്മളിപ്പം ഇന്നലെ പറഞ്ഞു, ഇന്നലെ ഡ്രൈവർ ഇല്ലാതെയാണ് നമ്മൾ വന്നത്. ഇന്നിപ്പോൾ നമുക്ക് ഡ്രൈവർ ഇല്ലാതെ ഒരാൾ ചിന്തിക്കാൻ പറ്റില്ല. മാത്രമല്ല അത്രയധികം കഷ്ടപ്പാടുകൾ
കഷ്ടപ്പാടുകൾ എന്നുള്ളത് മാത്രമല്ല അതൊരു ഡെഡിക്കേഷനാണ്, യഥാർത്ഥത്തിൽ ഒരു ഡെഡിക്കേഷനാണ്. ഞാനിപ്പോൾ ഇന്നലെ ഡ്രൈവ് ചെയ്തൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട് ഡ്രൈവ് ചെയ്ത കേട്ടോ. കാരണം ഞാൻ എൻ്റെ വൈഫ്, എൻ്റെ ഭാര്യ, അതായത് എൻ്റെ മോന്, നമ്മളാ ഒരു ഫാമിലി ആയിട്ട് നമ്മളിങ്ങനെ സംസാരിച്ച് പാട്ടൊക്കെ കേട്ട് അതൊരു ഡ്രൈവർ ഉണ്ടെങ്കിൽ ആ ഒരു ഫീല് കിട്ടൂല, മനസ്സിലായില്ലേ? ആ ഒരു 4 മണിക്കൂർ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ ഒരു നല്ലൊരു ഫാമിലി ടൈം, ക്വാളിറ്റി ടൈം. പിന്നെ നമ്മളെ നല്ല എൻജോയ് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്ഥലത്ത് നിർത്തി ഓരോന്ന് തിന്ന് ഐസ്ക്രീം കുടിച്ച് അങ്ങനെയൊക്കെ ഇങ്ങനെ വരുന്നുണ്ടല്ലോ. അതൊരു വേറൊരാൾ ഉണ്ടാവുമ്പോൾ അത് കിട്ടൂല. അതുകൊണ്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഞാൻ അങ്ങനെ ചൂസ് ചെയ്യുന്നത്. അതെ, അല്ല സാറിന് ഏറ്റവും, ഞാൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞു എന്നിരുന്നാലും ജസ്റ്റ് വൈൻഡപ്പിന് മുൻപ് സാറിന് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫൈഡ് ആക്കുന്ന ഒരു എലമെന്റ് എന്താണ്? എനിക്ക് പോസിറ്റീവ് എവിടെ കണ്ടാലും എനിക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷനാണ്. ഞാൻ പൊതുവേ ഞാനെല്ലാം പോസിറ്റീവായിട്ട് ഇങ്ങനെ എടുക്കുന്ന ആളാണ്. അത് പോസിറ്റീവായിട്ട് ആരെന്ത് പറഞ്ഞാലും തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഒരു എലിമെൻ്റ് അത് തന്നെയാണ്, പോസിറ്റീവ് തന്നെയാണ്. കാരണം നമ്മൾ ചെയ്യുന്നതൊക്കെ പോസിറ്റീവാണ്. അപ്പോൾ പോസിറ്റീവായിട്ടുള്ള എന്ത് ഇൻഫർമേഷൻസ് മെസ്സേജ് വരുമ്പോഴും അത് എൻ്റെ ഉള്ളിലൊരു ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാക്കും. അത് തുടക്കം മുതലേ പണ്ട് മുതലേ അങ്ങനെ തന്നെ. ഞാൻ ഇങ്ങനെ എപ്പോഴും ഒരു പൊതുവെ റിലാക്സ് ചെയ്യുന്ന, എനിക്ക് നല്ല ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, ഒരുപാട് നല്ല ഫ്രണ്ട്സ് ഉണ്ട്. ഇപ്പോൾ കോഴിക്കോടാണെങ്കിലും ദുബായിലാണെങ്കിലും ഒക്കെ തന്നെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ ഉണ്ട്. നമ്മളെ സ്നേഹിക്കുന്ന, നമ്മൾ അങ്ങോട്ട് സ്നേഹിക്കുന്ന രീതിയിൽ ചങ്കുകളായിട്ടുള്ള ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും ഇതാ പറയാറ്, ബേസിക്കലി ഐ എം ബ്ലസ്ഡ്. എനിക്ക് നല്ലൊരു ഫാമിലി, ഞാൻ പറഞ്ഞില്ല, അപ്പോൾ അത് ഫാദറിൻ്റെ ഫാമിലി ആണെങ്കിലും മദറിൻ്റെ നല്ല ലവിങ് ആയിട്ടുള്ള ഫാമിലി ഉണ്ട്. ഒരു മനുഷ്യന് ഇതൊക്കെ തന്നെയല്ലേ വേണ്ടത്, അല്ലേ? നല്ല ഇഷ്ടപ്പെടുന്ന നല്ല സുഹൃത്തുക്കൾ, നല്ല കൊളീഗ്സ്, നല്ല സ്റ്റാഫ് ടീം, ഇതിൽ കൂടുതൽ എന്താ വേണ്ടേ? ഒന്നും വേണ്ട. ഇതാണ് ഒരു മനുഷ്യന് വേണ്ട എല്ലാ കാര്യങ്ങളും. സത്യം പറയണമെങ്കിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയും, ഞാൻ ഐ എം ബ്ലസ്ഡ്. അത് ഒരു വലിയൊരു സംഭവമല്ലേ. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണെന്ന് തോന്നിയിട്ടുണ്ടോ? നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതൊന്നുമല്ല, അത് അങ്ങനെ ആറ്റിറ്റ്യൂഡിലൂടെ വരുന്ന ഒരു സാധനമാണ്. അങ്ങനെ ഞാൻ പറഞ്ഞില്ല, ഇപ്പം നമ്മളുടെ ഒരു റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ട്. നമ്മൾ മറ്റുള്ളവരെ ഇപ്പം നല്ല ക്ലോസ് ആയിട്ട് ഫ്രണ്ട്സിനെ കിട്ടുക എന്ന് പറയുന്നതൊക്കെ വലിയ ഭാഗ്യമാണ്. അപ്പം നമ്മളുടെ പോരായ്മകളൊക്കെ ചൂണ്ടിക്കാട്ടുന്ന ഫ്രണ്ട്സ് ഉണ്ടാവും. അറിയാലോ, ഇപ്പോൾ കുറച്ച് പൈസ ഉള്ള ആൾക്കാരൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും എല്ലാത്തിനും ഓക്കെ എന്ന് പറയുന്നത്. അതെ, എല്ലാം ശരിയാണ്. അപ്പം നമ്മൾ എന്ത് പറഞ്ഞാലും ശരിയാണ്. പക്ഷേ എൻ്റെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് നീ ചെയ്തത് തെറ്റാണ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട് എപ്പോഴും. അത് ശരിക്കും റിയൽ ഫ്രണ്ട്സാണ്, മനസ്സിലായില്ലേ? അതായത് നീ അന്നേരം അത് അങ്ങനെ പറഞ്ഞാൽ ശരിയായിട്ടില്ല, അല്ലെങ്കിൽ സാധാരണ എല്ലാത്തിനും മൂളുന്ന ആൾക്കാരുണ്ട്. അത് ഞാൻ പറഞ്ഞ ഇപ്പോൾ നമ്മളടുത്ത് എന്തെങ്കിലുമൊക്കെ ഉള്ളത് കൊണ്ടൊക്കെ ചിലപ്പോൾ അവർ പറയുന്നതായിരിക്കാം. പക്ഷേ റിയൽ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് അവർ പറയാനുള്ള കാര്യങ്ങൾ നമ്മളടുത്ത് പറയും. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അപ്പോൾ പറയും, അത് കറക്റ്റ് ചെയ്ത് തരും. ഒരിക്കലും അല്ല. അതാണ് ശരിക്കും പറഞ്ഞ റിയൽ ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ ചെറുപ്പം മുതലേ ഉള്ള എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇന്നും എൻ്റെ ഫ്രണ്ട്സ്. എൻ്റെ സ്കൂളിൽ പഠിച്ച ആൾക്കാർ, എൻ്റെ കോളേജിൽ പഠിച്ച ആൾക്കാർ, ഇവരൊക്കെ എൻ്റെ എല്ലാം ഭയങ്കര ക്ലോസ് ഫ്രണ്ട് സർക്കിളുള്ള ഒരാളാണ്. പിന്നെ ഞാൻ കുറച്ചൊരു സംഗീതം പാട്ടൊക്കെ ഉള്ള ഒരാളാണ്. ഒരു ചാൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ മൈക്ക് കിട്ടിയാലൊക്കെ പാട്ടൊക്കെ പാടും. അതൊക്കെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്നേരം വരുന്നതാ. ഇതിപ്പോൾ പാട്ട് പഠിക്കാൻ പോയി അങ്ങനെയൊന്നുമല്ല. അന്നേരം നമ്മളെ മനസ്സിൽ വരുന്ന ആ ഒരു പോസിറ്റീവ് വൈബ് ഒരു പാട്ടായിട്ട് വരുന്നതേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. അപ്പൊ എനിക്ക് അതിനൊന്നും ഒരു മടിയൊന്നുമില്ല. കാരണം ഇതിപ്പോ ഒരു പാട്ട് പാടിയെന്ന് വിചാരിച്ചിട്ട് ആരും ഒന്നും പിടിച്ചോണ്ടോ 2 കുത്തൊന്നും കുത്തൂലല്ലോ. അങ്ങനെയൊക്കെ ഉള്ള ഒരു ധൈര്യമുണ്ട്. അപ്പോൾ പൊതുവേ ഞാൻ പൊതുവേ നല്ല റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരാളാണ്. ചെറിയ അത്യാവശ്യം സ്പോർട്സ് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. ഞാൻ അത്യാവശ്യം വളരെ ഹാപ്പി ആയിട്ട് അതുമല്ല സ്പോർട്സ് ഒക്കെ അത്യാവശ്യം ഞാൻ പറഞ്ഞ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഫുൾ ഗ്രൗണ്ടിൽ തന്നെ ആയിരുന്നു. ക്ലാസ് പോകുന്നതിനേക്കാളും കൂടുതൽ ഗ്രൗണ്ടിലായിരുന്നു. ക്രിക്കറ്റ് കളിക്കും, ബാഡ്മിൻ്റൺ കളിക്കും. ഇതൊക്കെ ഞാൻ കോളേജ് ടീമിലും യൂണിവേഴ്സിറ്റി ടീമുകളിലൊക്കെ കളിച്ചതാണ്. ഇപ്പോഴും എനിക്കത് ഭയങ്കര ക്രേസാണ്. വേൾഡ് കപ്പ് ഫുട്ബോൾ ഞാനും എൻ്റെ ഫ്രണ്ട്സും കഴിഞ്ഞ ഒരു 3-4 വേൾഡ് കപ്പിൽ എല്ലാ സ്ഥലത്തും പോയി കണ്ടതാണ്. റഷ്യയിലും അമേരിക്കയിലും ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഖത്തറിലും ഒക്കെ നമ്മൾ കളി കാണാൻ വേണ്ടി പോയതാണ്. ക്രിക്കറ്റും അതേപോലെ തന്നെ. കഴിഞ്ഞ ഒരു 3 വേൾഡ് കപ്പ് എല്ലാ വേൾഡ് കപ്പും സമയം കിട്ടും. ഇന്നും ഞാൻ കളി കാണും. ഇന്നും ഇപ്പം ഇന്നലെ രാത്രി നടന്ന കളി ഞാൻ കണ്ടിട്ടുണ്ട്. മെഞ്ഞാന്ന് രാത്രി പാകിസ്ഥാനും അമേരിക്കയായിട്ടുള്ള കളി ഉണ്ടായിരുന്നു. വേൾഡ് കപ്പ് ഇപ്പം നടക്കല്ലേ, 1:45 കളി കഴിയുമ്പോൾ 1:45. അപ്പോൾ ആ കളിയോടുള്ള ഇഷ്ടം കൊണ്ട് ആ ടിവിന്റെ മുമ്പിൽ ഇരുന്നതാണ്. നമുക്ക് ടൈം ഒരു പ്രശ്നമല്ല. നമ്മൾ ഫ്ലെക്സിബിൾ ആണ്. കാരണം ഞാനിപ്പോൾ എൻ്റെ എന്ത് ആവശ്യങ്ങളുണ്ടെങ്കിലും എത്ര രാവിലെ പുലർച്ചെ ആണെങ്കിലും ഞാൻ എണീച്ച് പോകും. അത് എന്താണെന്നറിയില്ല, അത് ദൈവം അങ്ങനെ ഒരു. കാരണം എന്താ പറയുക, നമ്മൾ ട്രാവലൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരുപാട് യാത്രകൾ ചെയ്യുന്നതല്ലേ, ഫ്ലൈറ്റിൻ്റെ ടൈമും അതൊക്കെ പല ടൈമിങ്ങും ഒക്കെ ആയിരിക്കും.
അപ്പോൾ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ചില എയർപോർട്ടുകളൊക്കെ ഭയങ്കര തിരക്ക്, കുറേ നേരത്തൊക്കെ പോകേണ്ടി വരും. അപ്പോൾ അത് എത്ര ഏർലി മോർണിംഗ് ആണെന്നുണ്ടെങ്കിലും ഒരു യൂസ്ഡായി, ശീലമായി. കാരണം ഇപ്പോൾ ഞാൻ ഇപ്പോൾ ബോംബെയിൽ പോകുന്ന സമയത്ത് രാവിലെ പോയി അവിടെ എല്ലാ മീറ്റിങ്ങും കഴിഞ്ഞിട്ട് കഴിയുന്നതും വൈകുന്നേരം തന്നെ തിരിച്ച് ഞാൻ വീട്ടിലേക്ക് വരും. അതൊക്കെ ശീലമായി. എല്ലാം ഈ പറഞ്ഞ പോലെ ഒരു സിസ്റ്റമാറ്റിക്കും കൂടിയാണ്. അതെ. എനിവൈസ് ശരിക്കും നമ്മളൊരു ജിടെക്കിന്റെ ഫൗണ്ടർ അല്ലെങ്കിൽ ജിടെക്കിന്റെ സ്ഥാപകനെയാണ് ആദ്യം നമ്മൾ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി ഇരുന്നത്. പക്ഷെ അതിനുശേഷം ശരിക്കും ഒരു വ്യക്തി എങ്ങനെയായിരിക്കണം, വളരെ ഹാപ്പിനെസ്സോട് കൂടെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുക. ഒരു ചെറിയ കാര്യമല്ല, ബിസിനസ് എന്നുള്ളത് മാത്രമല്ല, ഒരുപാട് കാര്യങ്ങളെ, ഇഷ്ടങ്ങളെ എല്ലാം കൂട്ടുപിടിച്ച്, സ്നേഹബന്ധങ്ങളെ കൂട്ടുപിടിച്ച് അതിന് അത്രയും ബെസ്റ്റായിട്ട് ഒരു ഔട്ട്കം എല്ലാവരിലേക്കും കൊടുക്കുക. നമ്മൾ ഈ പറയുന്ന പോലെ ഒരു പ്രകാശം പരത്തുന്ന ഒരു വ്യക്തി. തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട്. കാരണം ഈ ഒരു ഇന്റർവ്യൂ ത്രൂ ഔട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് കാരണം 2 പേരാണ്. ഞാനത് പ്രത്യേകം ഞാൻ ഇവിടെ എടുത്തു പറയാം. ഒന്ന് എൻ്റെ ഉമ്മയാണ്, മനസ്സിലായി. എൻ്റെ ജീവിതത്തിലെ എല്ലാം എൻ്റെ ഉമ്മയായിരുന്നു. ഉമ്മ പഠിപ്പിച്ചെന്ന ആ പോളിസീസും കാര്യങ്ങളൊക്കെ ഇന്നും, ഉമ്മ 2 വർഷമായി മരിച്ചിട്ട്, പക്ഷെ ഇന്നും എൻ്റെ മനസ്സിൽ ആ ഉമ്മ പറഞ്ഞു തന്ന ഓരോ കാര്യങ്ങളുണ്ട്. 2ാമത്തെ ആൾ എൻ്റെ ഭാര്യയാണ്. ഞാൻ പറഞ്ഞില്ല, ഞാനിതിൻ്റെ നമ്മൾ എന്തൊക്കെ ഇന്ന് ആയിട്ടുണ്ടോ, ഒന്നും ആയിട്ടൊന്നുമില്ല, എന്നാലും എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫുൾ അതിൻ്റെ ഡെഡിക്കേഷനും എല്ലാം അവർക്ക് 2 പേർക്കുള്ളതാണ്. വൈഫാണെന്നുണ്ടെങ്കിലും ഷീസ് ആ ഒരു ലെവലിൽ നമ്മളെ ബാക്കപ്പ് ചെയ്യുന്നുണ്ടല്ലോ. നമ്മളെ ഈ യാത്രകളും നമ്മളുടെ ഈ ഒരു എല്ലാ കാര്യങ്ങൾക്കും കൂടെ നിന്ന് കട്ട പോലെ നിൽക്കുന്ന, മനസ്സിലായി. അത് ഒരു ഇപ്പം എല്ലാവരും തന്നെ പറയും അത് ഭയങ്കര ഷീസ് ഓൾസോ വെരി ഗുഡ്. കുറേ കാര്യങ്ങൾ അവൾ മാനേജ് ചെയ്യുന്നുണ്ട്. പലർക്കും അറിയില്ല അവൾ എന്തൊക്കെ മാനേജ് ചെയ്യണം. സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടില്ല. അല്ല, ഞാൻ പറഞ്ഞല്ലോ, അത് 2 പേർക്കും സർട്ടിഫിക്കറ്റ് കൊടുക്കൂല. അത് പരീക്ഷ എഴുതിയാലും സർട്ടിഫിക്കറ്റ് കൊടുക്കും. അവൾ 2 കൊല്ലത്തെ കോഴ്സാണ് പഠിച്ചേ. പരീക്ഷ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കും. അത് നമ്മളൊരു പോളിസി അല്ലേ. അതങ്ങനെ സർട്ടിഫിക്കറ്റ് വെറുതെ കൊടുക്കാനുള്ളതല്ല. അപ്പോൾ നമ്മൾ ഇന്ന് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സക്സസ്, ഒരു വിജയം നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇവരുടെ 2 ആൾക്ക് അതിൽ വലിയ റോളുണ്ട്. പൊതുവേ നമ്മൾ പറയല്ലോ, ബിഹൈൻഡ് എവറി സക്സസ്ഫുൾ മാൻ ഒക്കെ. അപ്പോൾ ഞാൻ സക്സസ്ഫുൾ ആണോ അല്ലേ എന്നുള്ളത് എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ കമ്പാരിറ്റീവ്ലി മറ്റുള്ളവരെ വെച്ച് നോക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ നമുക്ക് സൊസൈറ്റിക്ക് വേണ്ടി ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പിന്നിൽ തീർച്ചയായിട്ടും ഇവരെ 2 ലേഡീസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളുണ്ട്. എനിവേസ് താങ്ക് യു. ശരിക്കും അപ്പം അവരോടാണ് നന്ദി പറയേണ്ടത്. തീർച്ചയായിട്ടും നല്ലൊരു വ്യക്തിയെ വാർത്തെടുത്ത് അല്ലെങ്കിൽ നല്ലൊരു വ്യക്തിക്ക് ഇത്രയും സപ്പോർട്ട് നൽകി. കാരണം ഒരു വ്യക്തി എന്ന് പറയുന്നതിന് ഒരു സമൂഹത്തിന് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നെൽസൺ മണ്ടേലയുടെ ആ വാക്കുകൾ എടുത്തുകൊണ്ട് തന്നെ നമ്മൾ പറയാം. കാരണം ഇത്രയധികം കുട്ടികളെ എന്ന് പറഞ്ഞാൽ അത്രയധികം വെപ്പൺസ് ആണ് നമ്മൾ ശരിക്കും ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. ആൻഡ് താങ്ക് യു സോ മച്ച് സർ. കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ, ഒരുപാട് കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ബിസിനസ് എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. ഈ ജീവിതം കുറച്ചേ ഉള്ളൂ. അതിൽ വളരെ ഹാപ്പി ആയിട്ട്, വളരെ സന്തോഷത്തോടു കൂടെ, സന്തോഷം നൽകിക്കൊണ്ട് മറ്റുള്ളവർക്കും കൂടെ പകർന്നു കൊടുത്തുകൊണ്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ജീവിക്കുക എന്ന് കാണിച്ചു തന്നെ താങ്ക് യു. ഇനി ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.